ഹലോ ചേച്ചി, ഇത് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണേ. ആരാ വിളിക്കുന്നത്? ഞങ്ങളൊരു പ്രയർ ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുന്നേ, ഒരു സുവിശേഷത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി. പറഞ്ഞോ. ഇപ്പോൾ ചേട്ടൻ കേൾക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞോ, ഞാൻ നോക്കട്ടെ എന്താന്ന്. നിങ്ങൾ പ്രേയറെ പറ്റി നമുക്ക് അറിയില്ലല്ലോ, നിങ്ങൾ പറ, എന്നാലേ മനസ്സിലാവും. ചേട്ടാ ക്രിസ്ത്യൻ അല്ല? അല്ല, ക്രിസ്ത്യൻ ഒന്നുമല്ല, നിങ്ങൾ പറ. ഞങ്ങള് ബൈബിളിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. കഥ സ്റ്റോറീസ്. പറഞ്ഞോളൂ. സ്റ്റോറീസ് അല്ല, സ്റ്റോറീസ് ആണല്ലോ ബൈബിളിലുള്ളത്. ബൈബിളില് അവസാന കാലത്ത് പ്രഘോഷിക്കപ്പെടുന്ന ഒരു സുവിശേഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കഥ പറഞ്ഞോളൂ. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഉള്ള ഒരു സുവിശേഷാണ്. രണ്ടാം വരവ് ഇപ്പോൾ ഇല്ല അല്ലേ? മരിച്ചു ഉയർത്ത് പോയി, സ്വർഗത്തിൽ പോയി. അതെ, ഇപ്പം ഡെഡ് ആണല്ലേ? ഓഹോ. എനിക്ക് രണ്ടാമത് വരും. എപ്പോഴാണ് വരുന്നത്? നീ രണ്ടാം വരവിന്റെ അടയാളങ്ങളൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വരുന്നത് എപ്പാന്ന് പറഞ്ഞോ? അതെ, വരവിന്റെ നമുക്ക് മനസ്സിലാവണ്ടേ എപ്പാന്ന്. അതല്ല, ബൈബിളില് വരുന്ന ഡേറ്റ് പറഞ്ഞോ? വരുന്ന ഡേറ്റ് അങ്ങനെ പറയോ? ബാക്കിയെല്ലാം പറഞ്ഞിട്ട് അതെന്താ ഒഴിവായി പോയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അറിയാം. അല്ല, ഞാനത് ചോദിച്ചാ, കാരണം ബൈബിളിൽ ഐ വിൽ കം ബാക്ക് എന്നല്ലേ പറഞ്ഞത്? തിരിച്ചു വരും. അതെ, അപ്പൊ അത് എപ്പോഴാണെന്നുള്ളത് പറയുന്നില്ലേ? അത് എപ്പോഴാണ് തിരിച്ചറിയാനുള്ള അടയാളങ്ങളും ഒക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു തീരുമാനമായിട്ടില്ല അല്ല? ഇല്ല, ആയിട്ടില്ല. ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല, വരും എന്നേ പറഞ്ഞിട്ടുള്ളൂ. എപ്പോൾ, എന്ത്, എവിടെ എന്നൊന്നും പറഞ്ഞില്ല. ഉണ്ട്, എപ്പോഴെന്ത് എവിടെ ഒക്കെ ഉണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ എപ്പോഴാണ് വരുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിക്ക് അടയാളങ്ങൾ തന്നിട്ടുണ്ട്, കാലത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കൂലേ? കുറെ ആൾക്കാർ പറയും അവിടെ വരും, കുറെ ആൾ പറയും ഇവിടെ വരും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവില്ല? ഇപ്പൊ അതിൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, അതിൽ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഏകദേശം ഇന്നേ സമയത്ത് ഇന്നേ കൊല്ലം ഞാൻ എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അല്ല? ഇല്ല, എവിടെ വരുന്ന പറഞ്ഞിട്ടുണ്ട്. 2000 വർഷത്തിന്റെ പഴക്കമില്ലേ ക്രിസ്തുമതത്തിന് അല്ല? ബൈബിള് വന്നിട്ട് 2000 വർഷം മുമ്പ്. അതെ, അതിനു മുമ്പേ ജൂതമതമായിരുന്നല്ലോ. ജൂതമതത്തിൽ നിന്നുള്ള ഒരു സബ്വേർഷൻ ആണല്ലോ അല്ലെ? ഇബ്രഹാമിക് റിലീജിയൻ എന്ന് പറയൂ അല്ലെ? ഇബ്രഹാമിക് റിലീജിയൻ, ജൂതമതം, ക്രിസ്തുമതം. അതെ തന്നെ. എബ്രാഹിമിന്റെ പല പേരുകളിലായിട്ട് പല ബൈബിളിൽ പറയുന്ന പേര് പറയായിരിക്കും, അതേസമയം ഖുറാനിൽ പറയുന്ന വേറെ പേരായിരിക്കും, ജൂതമതത്തിൽ പറയുന്ന വേറെ പേരായിരിക്കും അല്ലെ? ചെറിയ പേരുകളിലെ വ്യത്യാസം, പക്ഷെ ഏകദേശം ഓൾമോസ്റ്റ് കഥയൊക്കെ സെയിം തന്നെ. അത് അതിന്റെ സൃഷ്ടിവാദം അടക്കം ഏകദേശം സെയിം. ദൈവം മണ്ണ് കുഴച്ചുണ്ടാക്കുന്നു, പൊടിയൂതി ഉണ്ടാക്കുന്നു, പിന്നെ ജീവശ്വാസം ഊതി കൊടുക്കുന്നു അല്ലെ? അത് ഖുറാനിലും ജൂതമതത്തിലും പിന്നെ ബൈബിളിലും ഏകദേശം ഒന്ന് തന്നെ, പഴയ നിയമം അല്ലേ? പക്ഷെ അതില് പിന്നെ തൃത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു കൺസെപ്റ്റ് ക്രിസ്ത്യാനികൾ ഉയർത്തിപ്പിടിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധ സമം പരമാത്മാവാ. എന്താ ഉദ്ദേശിച്ചത്? ട്രിനിറ്റി. അതെ, ക്രിസ്ത്യൻസ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാല് ത്രിത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ത്രിത്വത്തിൽ വിശ്വസിക്കില്ല. അപ്പൊ നിങ്ങൾ മൊത്തം ക്രിസ്ത്യൻ സമുദായത്തിൽ നിങ്ങൾ ഏത് വിഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? പെന്തക്കോസ്താണോ? സ്വതന്ത്ര സഭയാ. എന്നാലും അതിന് പേരുണ്ടാവില്ലേ? പൊതുവെ ഒരു പേരുണ്ടാവുമല്ലോ. എന്താണ് അതിന്റെ പേര്? ലൈറ്റ് ഓഫ് ചർച്ച്. ലൈറ്റ് ഓഫ് ചർച്ച്. അത് പൊതുവെ ഒരു മെയിൻ സ്ട്രീമിൽ ഉയർന്നു വന്ന ഒരു ഗ്രൂപ്പ് അല്ലല്ലോ. എങ്ങനെ? ഇപ്പം പെന്തക്കോസ്ത്, കത്തോലിക്ക, റോമൻ, സിറിയൻ അങ്ങനെ പറയുന്ന സഭകളില്ലേ, വലിയ സഭകള്. അപ്പൊ അതിന്റെ അത്രത്തൊന്നും ഈ ഗ്രൂപ്പ് വളർന്നില്ലല്ലോ. അത് അംഗീകരിച്ച സഭയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കത്തോലിക്ക സഭ പോലെ ഒരു വലിയൊരു സഭയല്ലല്ലോ. അതെ, കത്തോലിക്ക പോലെ അറിയപ്പെട്ടിട്ടില്ലാന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ക്രിസ്തു മതത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു അംഗീകാരമൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ബൈബിളിന് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ടല്ലോ. ഞങ്ങള് വിശ്വസിക്കുന്ന വെച്ചാല് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മ വിശ്വസിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് മാതാവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ പൊതുവെ ക്രിസ്ത്യൻസിൽ. ഇപ്പൊ കത്തോലിക്ക വിഭാഗമാണ് മാതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് മാഹിപ്പള്ളിയിലൊക്കെ പെരുന്നാളില്ലേ? ഉണ്ട്. കത്തോലിക്കക്കാര് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സഭയാണോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽപ്പെട്ടാണോ? എങ്ങനെയാണ്? കത്തോലിക്ക സഭയിൽപ്പെട്ടതല്ല, അല്ലാണ്ട്. അതായത് ഈ പെന്തക്കോസ്ത് ആയിട്ട് ഏകദേശം സമയമുണ്ടോ? അല്ല, പെന്തക്കോസ്ത് അല്ല. അവര് മാതാവിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളിപ്പോ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കണ്ണൂരിന്ന്. കണ്ണൂർ എവിടെയാ നിങ്ങളുടെ ആസ്ഥാനം? ഇതിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഞാൻ എന്റെ വീട് കണ്ണൂരാ. വീട് കണ്ണൂരാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു പ്രചരണം എന്നുള്ള രീതിയിൽ ആണ് വിളിക്കുന്നല്ലേ? ഞാൻ ഈ സഭയിൽ പെട്ടതാണ്. ഞങ്ങള് ഇങ്ങനെ സുവിശേഷം അറിയിക്കണം എന്നുണ്ടല്ലോ, ലോകം മുഴുവൻ സുവിശേഷം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് വിളിക്കുന്നതാണ്. അങ്ങനെ. ഈ നമ്പർ എങ്ങനെ കിട്ടി? ഞങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്, പ്രേയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലേക്ക് തരുന്നതാണ്. പ്രേയർ ഗ്രൂപ്പാ?
ഗോസ്റ്റ് ഗ്രൂപ്പ് അല്ല അങ്ങനെയല്ല, ഞങ്ങളിപ്പോ ഇങ്ങനെ പ്രേയർ ഗ്രൂപ്പാ? നിങ്ങളെ പ്രേയർ ഗ്രൂപ്പാ? പ്രേയർ ഗ്രൂപ്പ് ഇപ്പൊ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന ഒരു സഹായമാണോ? ആ പ്രാർത്ഥന എന്ത് സഹായം സഹായം ഉണ്ടാവും? ഇപ്പൊ ഒരു ഹൃദയരോഗി ഹൃദയത്തിന്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നതാണോ സഹായം? പൈസ കൊടുക്കുന്നതാണോ സഹായം? അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ചെയ്യുന്നതാണോ സഹായം? അല്ല, പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എന്ത് സഹായം കിട്ടും അവർക്ക്? ഇപ്പൊ എനിക്കൊരു രോഗമുണ്ട്, എനിക്കൊരു കിഡ്നി അല്ല എനിക്കൊരു കിഡ്നി രോഗമുണ്ട്. കുറെ ആൾ എനിക്ക് പൈസ തരുന്നു സാമ്പത്തികമായിട്ട്. കുറെ ആൾ എനിക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും എന്റെ മരുന്നും അവിടെയൊക്കെ പോയിട്ടുള്ള കാര്യങ്ങൾ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി തരുന്നു. കുറച്ചാൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കുള്ള സഹായം? സഹായം എന്ന് വെച്ചാൽ ഓക്കെ അതും വേണം, അത് വേണ്ടാന്ന് പറയുന്നില്ല. ഈ പ്രാർത്ഥനാ സഹായം എന്ന് പറയുന്ന ഈ സഹായം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് സഹായം ചെയ്യുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു പരിപാടി വിട്ടിട്ട് ഏത് സഹായമാണ് ചെയ്യുന്നത് ആൾക്കാർക്ക്? ഇപ്പം പ്രാർത്ഥനാ സഹായം നിങ്ങൾ പറഞ്ഞില്ലേ? പ്രാർത്ഥന തന്നെ, പ്രാർത്ഥിക്കുക മാത്രം. ആ പ്രാർത്ഥന വെച്ചാൽ നിങ്ങൾ എന്ത് സഹായമാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചോളോ? ഞങ്ങള് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന ഇവർക്ക് വേണ്ടി. അല്ല, അത് നിങ്ങളെ പേഴ്സണൽ കാര്യമാണല്ലോ. നിങ്ങളിപ്പം പല കാര്യത്തിൽ ഇപ്പം കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെ കാണാൻ പ്രാർത്ഥിക്കുന്നില്ല ആള്. അതേപോലെ നിങ്ങൾ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നത് അയാളിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? അയാളുടെ പ്രശ്നങ്ങൾ എങ്ങനെ അത് പരിഹരിക്കുന്നു? നല്ല സഹായം എന്ന് പറയാൻ പറ്റുമോ? ഒരു പ്രാർത്ഥന കൊണ്ട് അവര് സൗഖ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇത് വിശ്വാസം യാഥാർത്ഥ്യം രണ്ടും രണ്ടല്ലേ? ഒരു കാര്യം അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ സ്ഥിതി അങ്ങനെ ആവില്ലല്ലോ, അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നും യാതൊരു തടിയനങ്ങാതെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ച് നേടാൻ പറ്റും? വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും. ഈ ലോകത്തിൽ ഭൂരിപക്ഷം ഉള്ളത് വിശ്വാസികളല്ലേ? ലോകത്തിൽ തന്നെ ഏകദേശം 30% ക്രിസ്തു മതം ഇല്ലേ? ലോകത്തിൽ ഏറ്റവും വലിയ മതമല്ലേ ക്രിസ്തു മതം? ഉണ്ട്, 30% ഉണ്ട്. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മതത്തിലെ യേശു അടക്കമുള്ള പ്രവാചകന്മാരെല്ലാം തന്നെ മനുഷ്യന്മാരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ഇറക്കിയത്? ഇപ്പൊ ബൈബിള് ഇറക്കിയത് ക്രിസ്തുമത വിശ്വാസ പ്രകാരം മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കുക, അല്ലേ? ഈ ഒരു പുസ്തകമൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടു നിങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാർ ഒരുപാട് പ്രബോധനങ്ങൾ ഇതേപോലെ അന്ന് മുതൽ തുടങ്ങിയ പ്രബോധനമല്ലേ ഇതും? ഭാവിയിലും ഇതേപോലെയുള്ള പ്രബോധനങ്ങൾ തുടരൂലേ? പ്രബോധനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വചനത്തിൽ എന്ത് പറയുന്നു അത് അനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കണ്ടേ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ മതഗ്രന്ഥം ഇറക്കിയത് ഇപ്പം ബൈബിൾ ഇറക്കിയത് തന്നെ മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടിയല്ലേ? വചനം സത്യമാണല്ലോ, വചനത്തിൽ ഇല്ലാത്തൊന്നും ഇല്ലല്ലോ. അത് ബൈബിളിൽ കമ്പ്യൂട്ടറെ പറ്റി പറയുന്നുണ്ടോ? റോബോട്ടിനെ പറ്റി പറയുന്നുണ്ടോ? പറയുന്നുണ്ടാവും. എവിടെയാണ് പറയുന്നത്? കൂടുതലായിട്ട് അറിയില്ല, പക്ഷേ നിങ്ങൾ എല്ലാം ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് പറയുന്ന വചനം ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ട് പറയുന്ന വചനം എവിടെയാണ്? ഗ്രഹാന്തര യാത്രകളെ കുറിച്ച് പറയുന്ന വചനം എവിടെയാണ്? അപ്പൊ എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ട്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് പറയുമ്പോ ശരിക്കും എല്ലാ കാര്യങ്ങളും അതിലുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നേരെ പോയത് AI-നെ പറ്റിയിട്ട് അതിൽ പറയുന്നുണ്ടോ? AI-നെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ അത് ഏത് വചനാന്ന് ഇപ്പം ചോദിച്ചാൽ പറയാം. എനിക്കത് അറിയണം. കാരണം എന്താണെന്നറിയാം, ഞാൻ ഇതില് എന്തെങ്കിലും ഒരു ദിവ്യ അത്ഭുതമായിട്ട് എനിക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം, ദൈവം എന്ന് പറയുന്ന സർവ്വജ്ഞാനി ആയിരിക്കുമല്ലോ എന്തായാലും, അല്ലെ? എല്ലാ കാര്യങ്ങളും അറിയുന്നല്ലേ? അപ്പൊ ഇത് പറയുന്ന വചനങ്ങൾ നമുക്ക് അതിൽ കാണുകയാണെങ്കിലേ, കാരണം വെച്ചാൽ ഈ 2000 വർഷം മുമ്പേ ഒന്നും AI-നെ പറ്റി മനുഷ്യന്മാർക്ക് ഒരു ധാരണയില്ല. ഇങ്ങനെ ഒരു സാധനം വരുന്നു എന്നത് പോലും. പക്ഷെ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നത് ദൈവത്തിന് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രന്ഥത്തില് അല്ലെ മറ്റ് മതഗ്രന്ഥങ്ങളിൽ ഈ AI-നെ പറ്റിയിട്ട് കാണണോ? അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറ്റിയിട്ടോ ഗ്രഹാന്തര യാത്രകളെ പറ്റിയിട്ടോ ചന്ദ്രനിൽ പോകുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റ് കണ്ടുപിടുത്തങ്ങൾ അല്ല ഉണ്ടെങ്കിൽ അത് ഏത് വചനമാണെന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അത് ആയിക്കോട്ടെ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു അന്വേഷണം കൂടി ആവുമല്ലോ. അത് ഈ AI-ന്റെ മലയാളം എന്ന് പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് കൃത്രിമ ബുദ്ധി. അതായത് യന്ത്രങ്ങള് മനുഷ്യനെ പോലെ ചിന്തിച്ചിട്ട് പെരുമാറുന്ന രീതിയിലാണ് AI എന്ന് പറയുന്നത്. ആ AI ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. AI-ന്റെ ഒരു പ്രാഥമിക രൂപമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ ജനറൽ AI എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെത്തും. പിന്നെയും കുറച്ചും കൂടി കഴിഞ്ഞാൽ സൂപ്പർ AI എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ മനുഷ്യനേക്കാൾ എത്രയോ മടങ്ങ് ചിന്താശേഷിയുള്ള റോബോട്ട്സുകൾ ഇവിടെ ഉണ്ടാവും. അതായത് കൃത്രിമ ബുദ്ധി, കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന യന്ത്ര മനുഷ്യന്മാർ. മനുഷ്യൻ എത്രത്തോളം ചിന്തിക്കുന്നു അതിനേക്കാൾ എത്ര ഇരട്ടിയിൽ ചിന്തിച്ചുകൊണ്ട് അത് പെരുമാറും. റോബോട്ടിക് സർജറി ഇല്ലേ, ഓപ്പറേഷൻ ചെയ്യുന്നത് റോബോട്ടിക് ഹാൻഡ്. ഈ റോബോട്ടിക് സർജറി സർജൻ ചിലപ്പോൾ ടെലിമെഡിസിൻ ആണ്. അത് സർജൻ ചിലപ്പോൾ ഇരിക്കുന്നത് മറ്റ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലായിരിക്കും. അവിടുന്ന് റോബോട്ട് നിർദ്ദേശം കൊടുക്കുന്നു, റോബോട്ട് ഹാൻഡ് അത് ചെയ്യുന്നു.
അത് ചെയ്യുമ്പോൾ മനുഷ്യന്മാർ സർജൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൃത്യതയോടുകൂടി അത് ചെയ്യും. റോബോട്ടിക് AI ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോൾ AI ഇപ്പം പ്രാഥമിക ഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. അത് ജനറൽ AIയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വന്നിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണെന്ന് ആയിരിക്കും പറയാൻ പറ്റൂല. അപ്പം ഈ 100 കൊല്ലം അപ്പുറമുള്ളതും ദൈവം ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ മനുഷ്യൻ ചെയ്യുന്നുള്ള ഒരു വചനം അവിടെ കാണണ്ടേ? അത് എവിടെയാണ് ഞാൻ ചോദിക്കുന്നത്? ഞാനത് പറഞ്ഞല്ലോ വിളിച്ചിട്ട്. അല്ല, ഈ പറയുന്ന ബൈബിൾ എന്റെ അടുത്തുണ്ട്, ഖുറാനും എന്റെ അടുത്തുണ്ട്, ഗീതയും എന്റെ അടുത്തുണ്ട്. ഇതിലൊന്നും ഞാൻ ഇങ്ങനത്തെ സംഭവം എവിടെയും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം വിളിച്ചിട്ട്. എനിക്ക് ബൈബിളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് സർവ്വജ്ഞാനിയായ ഒരു ദൈവം മുൻകൂട്ടി എന്തൊക്കെ സംഭവിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാലോ. എന്റെ പേര് നിഷാദ്. നാട്ടിൽ തന്നെയല്ലേ? നാട്ടിൽ തന്നെയാണ്. എന്റെ വീട് തലശ്ശേരിക്ക് അടുത്താണ്, നെടുമ്പ്രാണ്, തലശ്ശേരി ചുക്ലി. ശരിക്കുള്ള വീട് എവിടെയാ? ഇവിടെ തന്നെ, കണ്ണൂര്. കണ്ണൂര് പരിയാരം ഹോസ്പിറ്റലില്ലേ, മെഡിക്കൽ കോളേജ്? പരിയാരത്തിന്റെ അടുത്തല്ലേ? അതിന്റെ അടുത്ത് തന്നെ. ശരി. നിങ്ങൾ എങ്ങനെയാണ് ശരിക്ക് ആദ്യമേ ക്രിസ്ത്യൻ ആണോ അല്ലെങ്കിൽ കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണോ? അല്ല, ആദ്യമേ ക്രിസ്ത്യൻ തന്നെ. എന്റെ അമ്മയെല്ലാം കൺവേർട്ടഡ്. അപ്പൊ കൺവേർട്ടഡ് വേർഷൻസ് തന്നെയാണ് അല്ലേ? ആദ്യം ആയിരുന്നല്ല? ഇല്ല അല്ലോ. ബൈ ബർത്ത് ക്രിസ്ത്യൻ ആണെങ്കിലോ ഹെറിഡിറ്ററി കൺവേർട്ടഡ് ക്രിസ്ത്യൻ അല്ലേ? ഈ ഒരു സഭയായിട്ട് ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീം ക്രിസ്ത്യൻ ഐഡിയോളജി എന്ന് മാറിയത്? മെയിൻ സ്ട്രീം ആയിരിക്കുന്ന ക്രിസ്ത്യൻ ഐഡിയോളജി അല്ലേ കത്തോലിക്ക സഭ. ഇപ്പൊ വേൾഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മാർപ്പാപ്പയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് കത്തോലിക്ക സഭയാണ് അല്ലെ? മാർപ്പാപ്പ 14-ാമനാണ് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. എന്താണെന്നറിയോ? എവല്യൂഷൻ, അതായത് പരിണാമ സിദ്ധാന്തം, അതാണ് ശരി എന്ന രീതിയിൽ. അതെ, സൃഷ്ടിവാദം, അതെ സൃഷ്ടിവാദത്തിനെ അടിച്ച് തകർക്കുന്ന സാധനമാണ് ഈ പറയുന്ന അംഗീകരിക്കുന്നില്ല. അപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു പ്രബല വിഭാഗമായിരിക്കുന്ന കത്തോലിക്കൻ സഭയെ അംഗീകരിക്കുന്നില്ല. അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന മാർപ്പാപ്പ പറഞ്ഞ ഈ ഒരു കാര്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ലേ? ഇല്ല. കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതനായിരിക്കുന്ന ലൂയി 14 എന്ന് പറഞ്ഞ ലൂയി 14 നിനക്കറിയില്ല? അങ്ങനെ ഒരു മാർപ്പാപ്പ പാർട്ടിണ്ട്, അത് നിങ്ങൾക്കും അറിയുന്നില്ല. നിങ്ങൾ ചർച്ച ചെയ്ത കാര്യമായിരിക്കുമല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന് ബൈബിള് അറിയില്ലേ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇദ്ദേഹം ഒരു സഭയുടെ പ്രധാനപ്പെട്ട ആളല്ലേ? അത് ബൈബിളൊക്കെ കൃത്യമായി പഠിച്ച ഒരാള്. അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നു. അതായത് പരിണാമ സിദ്ധാന്തമാണ് ശരിയെന്ന് പറയുമ്പോൾ, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ഭൂമിയിൽ എങ്ങനെയാണ് ഈ കാണുന്ന ജീവജാലങ്ങൾ എങ്ങനെയാണ് പരിണമിച്ചുണ്ടായതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം ബൈബിളിൽ പറയുന്നത് സൃഷ്ടിവാദമാണ് പറയുന്നത്. ഓരോ ദിവസങ്ങളായിട്ട് ഓരോ ജീവജാലങ്ങളെ 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതിൽ പരിണാമം വരുന്നില്ല, ദൈവം നേരിട്ട് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അല്ലെ? ഈ മാർപ്പാപ്പ ഇത് പറയുമ്പോ അത് ബൈബിൾ വചനത്തിന് വിരുദ്ധമല്ലേ? ഏറ്റവും തലപ്പത്തിരിക്കുന്ന ക്രിസ്തു മതത്തിലെ ഒരു വ്യക്തി പോലും ബൈബിളിലെ സൃഷ്ടിവാദത്തെ അംഗീകരിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ അതിനെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ടാണ് അവർ പറയുന്നത്. വെറുതെ പറയല്ല, അവര് തെറ്റാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവർ ഇത് പറയുന്നത്. അല്ലേ പറയേണ്ട? എല്ലാവരും വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വെറുതെ ഒരു പ്രസ്താവന നടത്തുക ഇല്ലല്ലോ. അത് ലോകത്തിൽ മൊത്തം റിപ്പോർട്ടായിട്ട് വരുന്നല്ലേ? ഈ കത്തോലിക്ക സഭയുടെ വർത്തിക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു പ്രസ്താവനയാണിത് അല്ലേ? അത് ഇപ്പൊ കേരളത്തിലിരിക്കുന്ന തലശ്ശേരിക്കുന്ന ഞാൻ അടക്കമുള്ള ആൾക്കാർ അറിഞ്ഞു. ഇവിടെയുള്ള പ്രശസ്തമായ എല്ലാ ലീഡിംഗ് പത്രങ്ങളിലും അത് വന്നു, മാസികകളിൽ പ്രത്യേക ലേഖനമായിട്ട് വന്നു. അപ്പോ യഥാർത്ഥത്തില് ഈ മാർപ്പാപ്പ കുറച്ച് വിദ്യാഭ്യാസം ഉള്ള ആളായതുകൊണ്ട് ശരി മനസ്സിലാക്കിയല്ലേ അത് സംഭവം? മാർപ്പാപ്പ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. വചനം സത്യാന്ന് വിശ്വസിക്കാത്തോണ്ടല്ലേ അവരങ്ങനെ സംസാരിക്കുന്നത്? വിശ്വാസവും യാഥാർത്ഥ്യം രണ്ടും രണ്ടല്ലേ? നമ്മളിപ്പോ ഒരു കാര്യത്തിൽ യാഥാർത്ഥ്യം അല്ല ചേട്ടാ, അങ്ങനെയല്ല. വിശ്വാസം ചേട്ടൻ പറഞ്ഞപ്പോ ശരിയാണ്. യാഥാർത്ഥ്യം നോക്കുമ്പോ നമുക്ക് വിശ്വാസം ഇല്ല. അതായത് ഞാൻ പറഞ്ഞു തരുന്ന ഇത്രയേ ഉള്ളൂ. വിശ്വാസം എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് പദമായിട്ട്, അതായത് വിപരീത അർത്ഥമായിട്ടാണ് നമുക്ക് യാഥാർത്ഥ്യത്തെ എടുക്കാൻ പറ്റുക. യാഥാർത്ഥ്യം വെച്ച് നോക്കുമ്പോൾ നമ്മള് വിശ്വാസമായിട്ട് ബന്ധപ്പെടുന്നില്ല. അപ്പം യാഥാർത്ഥ്യമല്ലേ ശരി, വിശ്വാസം ശരിയാവണം എന്നുണ്ടോ? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉള്ളതിനെയാണ് യാഥാർത്ഥ്യം എന്ന് പറയാ. അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നത് മനസ്സിലാക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പൊ സൂര്യൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, സൂര്യൻ ഉണ്ട് എന്നേ പറയണ്ടൂ. അവിടെ വിശ്വാസം എന്നുള്ള വാക്ക് ഒരു യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തിന് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല അല്ലേ? കാണപ്പെടാത്തതല്ലേ വിശ്വാസം? ഇപ്പൊ നമ്മൾ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി പ്രൂവ്ഡ് ആയിരിക്കണോ? ഇപ്പൊ സൂര്യൻ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് അറിയാലോ. അപ്പൊ സൂര്യനെ പറ്റിയിട്ട് കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ദൈവത്തിന് നമ്മൾ കാണുന്നില്ല, അപ്പൊ ദൈവം ഇല്ല എന്നല്ലേ നിങ്ങൾ പറയൂലോ? ദൈവം ഉണ്ട് എന്നുള്ള തെളിവില്ലല്ലോ.
ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, വിശ്വാസം അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്നുള്ള ആ ഒരു വാക്ക് തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പൊ സൂര്യനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട കാര്യം നമുക്ക് വരാത്ത അതുകൊണ്ടാണ്. അവിടെ വിശ്വാസം എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കേണ്ട. കാരണം സൂര്യൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്, അത് ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാണ്. തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വാസം എന്നുള്ള പദം ഉപയോഗിക്കില്ല. പക്ഷെ തെളിയിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്, ആ കാര്യത്തിനെ പറ്റി പറയുമ്പോഴാണ് വിശ്വാസം എന്ന് പറയാ. അപ്പൊ ദൈവത്തെ പറ്റി പറയുമ്പോൾ വിശ്വാസം എന്നാണ് ഉപയോഗിക്കുന്നത് കാണുന്നത്. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? വിശ്വാസം എന്നുള്ള പദം അവിടെ വരാനുള്ള കാരണം അത് കൺഫേം ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ദൈവം നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഇപ്പൊ ബൈബിള് ദൈവത്തിന്റെ ഒരു വാക്യമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു മതഗ്രന്ഥത്തിന്റെ ദൈവത്തിന്റെ കംപ്ലീറ്റ് വാക്യം തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പറയുന്നത് അവര് ഇല്ലാത്തത് കൊണ്ടാണത്. അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം എന്നത് സർവ്വജ്ഞാനിയായിരിക്കുന്ന ഒരാളാണെങ്കിൽ, കാലത്തിനതീതമായിട്ടും ഇനി 100 കൊല്ലം മുമ്പേ 200 കൊല്ലം അപ്പുറവും വരുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണെങ്കിൽ, മതഗ്രന്ഥം എന്ന് പറയുന്ന ബൈബിൾ അടക്കമുള്ള, ഖുർആൻ അടക്കമുള്ള, ഹിന്ദു മതഗ്രന്ഥം അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അവരവരുടെ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, ആ ദൈവം യാഥാർത്ഥ്യമാണെങ്കിൽ, ശരിക്കും സർവ്വജ്ഞാനിയായ ഒരാളിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായതെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് അതിൽ കാണണോ? അതേപോലെ മറ്റ് പല അത്ഭുതങ്ങൾ, ഇന്ന് നടക്കുന്ന മൊബൈൽ ഫോൺ ടെക്നോളജി, ടെലിവിഷൻ, ഇതിൽ മനുഷ്യൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എഴുതിയിട്ടുണ്ടെന്ന് പറയും. പക്ഷെ സാധനം എവിടെയാണ് എഴുതിയിരിക്കുന്നത്, എന്താണ് എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ അംഗീകരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ തെളിവായിട്ട് എടുക്കുന്നത്. നമ്മൾ ഒരു അവകാശവാദത്തിനെയല്ല തെളിവായിട്ട് എടുക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ കാണുകയാണെങ്കിൽ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ തെളിവുണ്ടായിട്ടല്ലല്ലോ ദൈവത്തിന് വിശ്വസിക്കേണ്ടത്. അതാണ് കുഴപ്പം. തെളിവ് ഇല്ലാതെയാണ്. അപ്പൊ തെളിവില്ല എന്താ പ്രശ്നം എന്നറിയാം. ഇവിടെ ഇപ്പൊ നിങ്ങളെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്ന അതേ കാര്യം നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു പോകും, അത് നോക്കൂല. അച്ഛനും അമ്മേനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, അവരും ഇങ്ങനെ പറയും. അതായത് തെളിവില്ലാണ്ട് വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞത്. എന്റെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്നു, എന്റെ അച്ഛൻ വചനത്തിലുള്ള ഒരു ഒന്നുമില്ല, വചനത്തിലുള്ള മാത്രം എല്ലാം ഉണ്ട്. അല്ല, അതാണ് ചോദിച്ചത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മനുഷ്യരാശിനെ മാറ്റിമറിക്കാൻ പോകുന്ന അടുത്ത ചെറിയ വർഷത്തിനുള്ളിൽ ഇപ്പം തന്നെ ഓൾറെഡി മാറ്റിമറിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ റോബോട്ടിക് സർജറിയെല്ലാം ചെയ്യുന്നത് യന്ത്രങ്ങളാണ്, മനുഷ്യന്മാരാണ്. റോബോട്ടിക് ഹാൻഡ് എന്ന് പറയും, ക്യാൻസർ ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ മാറ്റിമറിക്കാൻ പോകുന്നത് ചെറിയ കൊല്ലത്തിനുള്ള 50 വർഷത്തിനുള്ളിൽ നമ്മൾ കാണാൻ പോകുന്ന അത്ഭുതം ഭയങ്കരമായിരിക്കും. ഇതിന്റെ ഏതെങ്കിലും ഒരു ഐഡിയയിലുണ്ടോ റോബോട്ടിനെ പറ്റിയോ, യന്ത്രമനുഷ്യനെ പറ്റിയോ, കൃത്രിമ ബുദ്ധിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ യന്ത്രങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നെന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ചോദിച്ച എല്ലാ ഇതിനെ കുറിച്ചും കറക്റ്റ് ആയിട്ട് ഉണ്ട്. ഉണ്ടെങ്കിൽ ഏത് അധ്യായം, ഏത് വചനം? അതെല്ലാം പറഞ്ഞതാ. പക്ഷെ 4 ദിവസത്തിൽ ധ്യാനം കൂടാൻ പറ്റും ചേട്ടനെ. നമുക്ക് ആദ്യം ദൈവം ഉണ്ട് എന്ന് നമുക്ക് സ്ഥിരീകരിച്ച ഇപ്പൊ ഈ ധ്യാനത്തില് ഇതെല്ലാം കറക്റ്റ് എല്ലാം പറയുന്നുണ്ട്. അതിന്റെ വചനവും അതിന്റെ എല്ലാ തെളിവുകളെല്ലാം പറയുന്നുണ്ട്. അല്ല, ഇതിപ്പോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാലോ. നിങ്ങൾക്കിപ്പോ ഇതിനെപ്പറ്റി അറിയില്ല. നിങ്ങളിപ്പോ ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചു എന്ന് പറയാം, അയാൾ നിങ്ങളോട് പറഞ്ഞു തരുന്നു ബൈബിളിൽ പുറപ്പാട് അധ്യായത്തിൽ ഇത്രാമത്തെ വചനത്തിൽ ഇത് പറയുന്നു എന്ന് നിങ്ങളിപ്പോ അങ്ങനെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് അത് നോക്കാനേ ഉള്ളൂ, കൺഫേം ചെയ്യാൻ. ബൈബിൾ എന്റെ അടുത്തുണ്ട്. ഞാനത് പറഞ്ഞുതരാം. കാരണം ഞാൻ പഠിച്ചു വെച്ചതല്ലോ. അതാണ് നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടാണ് ഇതിലെല്ലാം വിശ്വാസം പോയത്. ഈ സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടാണ് വിശ്വാസം പോയത്. മനുഷ്യ സൃഷ്ടിനെല്ലാം പറ്റി പറയുന്നിടത്തിലും വലിയ അബദ്ധമാണ് പറയുന്നത്. മനുഷ്യൻ എങ്ങനെ സൃഷ്ടിച്ചു, എന്തിനാണ് ഈ ദൈവം ഈ സാത്താനെ സൃഷ്ടിച്ചത്? ഭൂമിയിൽ എല്ലാ തിന്മക്കും കാരണം സാത്താനാണ് പറയുന്നത്. എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നത് നേരിൽ പോകുന്ന ആൾക്കാരെയല്ലോ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചുവിടുന്ന, തിന്മയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു ശക്തി ആയിട്ടാണ് സാത്താൻ ഉണ്ടായത്. ആ സാത്താനെ സൃഷ്ടിച്ച ദൈവമാണ്. നന്മ നിറഞ്ഞ ഒരു ദൈവം തിന്മ നിറഞ്ഞ ഒരു ശക്തിയെ സൃഷ്ടിച്ചു വിട്ടത് എന്തിനാണത്? ഞാനിപ്പോ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഒരാൾക്ക് മോശം ഉണ്ടാവാനുള്ള കാര്യത്തിൽ ചെയ്യുക, ഞാനൊരു ധാർമ്മിക നീതിയുള്ള ഒരാളാണെങ്കിൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളെ വിളിക്കുന്ന ഇപ്പം ഞാനില്ലേ, ഞാനൊരു തിന്മ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ മറ്റൊരു ആളെ തിരിച്ചു വിടുക, അല്ലെ അയാൾക്ക് ഹാനികരമാകുന്ന എന്തെങ്കിലും ഞാൻ സൃഷ്ടിച്ചു വിടുക. നന്മയുള്ള ഒരു ആളിൽ നിന്ന് തിന്മ ഉള്ള ഒരു സൃഷ്ടി നടത്താൻ പാടില്ല. തിന്മയുടെ മൂർത്തിയായിരിക്കുന്ന സാത്താനെ നന്മ നിറഞ്ഞ ദൈവം സൃഷ്ടിച്ചത്. നന്മയുള്ള ഒരാൾക്ക് തിന്മ എങ്ങനെയാണ് സൃഷ്ടിക്കാൻ പറ്റുക? ദൈവം അനേകം പദ്ധതികൾ ഉണ്ട് ദൈവത്തിന്. അന്നേരം ദൈവം എങ്ങനെയാണ് നന്മയാവുക? നന്മയുള്ള ഒരാൾക്ക് തിന്മ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റൂ? നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുക? നിങ്ങൾ നന്മ നിറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ദൈവം ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. ദൈവത്തിന് അനേക പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പൂർത്തിയാവണമെങ്കിൽ
അതൊക്കെ രഹസ്യങ്ങളാണ് ചേട്ടാ. അതുകൊണ്ട് ഞാൻ ഒരു ചേട്ടൻ 4 ദിവസത്തെ ഒരു ധ്യാനത്തിന് അപ്പൊ അതെല്ലാം കറക്റ്റ് മനസ്സിലാവും ചേട്ടന്. അപ്പോൾ അതായത് ദൈവത്തിന് ആശ്രിതനാട വേണ്ടി വരുന്നു. അതായത് ദൈവം ഒരു പദ്ധതി സൃഷ്ടിച്ച് ദൈവത്തിനൊരു പദ്ധതി മനസ്സിലുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെകുത്താനെ സൃഷ്ടിക്കേണ്ടി വരുന്നു, കുറെ മനുഷ്യന്മാരെ സൃഷ്ടിക്കേണ്ടി വരുന്നു, അവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ദൈവം എങ്ങനെയാണ് പരിപൂർണനാവുക? ആശ്രയല്ലേ? അതാണ് ഞാൻ പറഞ്ഞ, അതൊക്കെ രഹസ്യങ്ങളാണ്, നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെയൊന്നും. രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാവാ? പറയാൻ പറ്റുമോ? എന്തിനാ അല്ല, ഞാൻ ചോദിക്കുന്നത് ആ രഹസ്യം നിങ്ങൾക്ക് അറിയാവാ? അറിയാം. പിന്നെ അത് പറയുന്നത് എന്താ പ്രശ്നമുള്ളത്? അങ്ങനെ എനിക്ക് ഇത് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കാര്യം ഏത് രാജ്യത്തിന്റെ? അങ്ങനെ ചേട്ടാ, ദൈവത്തിന്റെ വചനം എന്ന് വെച്ചാൽ വെറുതെ തമാശയും കളിയൊന്നുമല്ലല്ലോ, അത് രഹസ്യങ്ങളാണ്. ആ രഹസ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ബൈബിൾ ഇറക്കിയിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, അത്രയും അമൂല്യമായൊരു ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പറയാനൊന്നും പറ്റൂല. അല്ല, ദൈവത്തിന്റെ വചനം രഹസ്യമാണെങ്കിൽ എന്തിനാണ് ബൈബിൾ ഇറക്കിയത്? ബൈബിൾ ദൈവത്തിന്റെ വചനമല്ലേ? അതെ, വചനം. അത് പിന്നെ രഹസ്യമാണെങ്കിൽ പരസ്യമായിട്ട് ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ബൈബിളിൽ എഴുതിയ ഓരോ വചനങ്ങളുണ്ടല്ലോ. ദൈവത്തിന്റെ വചനങ്ങളെല്ലാം രഹസ്യമാണെങ്കിൽ ദൈവം എന്തിനാണ് ഇത് മനുഷ്യർ ബൈബിൾ ഇറക്കിയെന്ന് വെച്ചാൽ ദൈവമക്കളെ രക്ഷിക്കാൻ, ദൈവത്തിന്റെ മക്കൾക്ക് അറിയണ്ടേ, ദൈവത്തിനെ കുറിച്ച് അറിയണ്ടേ? ബൈബിൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തിനെ കുറിച്ച് അറിയോ? ഇപ്പം ബൈബിൾ ഇല്ലെങ്കിലും ഒരുപാട് മതക്കാർ അവരവരെ ദൈവങ്ങളെ ആരാധിക്കുന്നില്ലേ? അതവര് സ്വന്തം. അപ്പോ ആ ദൈവങ്ങളെല്ലാം ശരിക്കും ഉണ്ടോ? ദൈവം ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ആ ദൈവങ്ങളിൽ ആരായിരിക്കും? അത് ദൈവമല്ല. അപ്പൊ അവര് പറയുന്നത് എന്താ അറിയാ, അവരും ഇതേപോലെ നിങ്ങളെ പോലെയുള്ള പ്രാർത്ഥനകൾ നടത്തുകയും ആ ദൈവത്തെ ആരാധിച്ചിട്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സൗഭാഗ്യം ആര് കൊടുക്കുന്നു? അത് ഞാൻ ആയിക്കട്ടെ, ദൈവത്തിന്റെ അതേ ശക്തി തന്നെ സാത്താനും കൊടുത്തിട്ടുണ്ട് ദൈവം. അപ്പൊ ദൈവത്തിന്റെ മക്കളെ വഴിതെറ്റിക്കാൻ സാത്താൻ ഇങ്ങനെ പല ഇതും നടത്തും. അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ്? ദൈവത്തിന്റെ അതേ ശക്തി സാത്താനും ഉണ്ട്. അപ്പൊ അതിനോട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും. അപ്പൊ സാത്താനെ സൃഷ്ടിച്ച ദൈവമല്ലേ? അതെ. അപ്പൊ ദൈവത്തിന് സാത്താനെ അടക്കി നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഈ ദൈവം എങ്ങനെയാണ് സർവശക്തനാവുക? തമ്മിലുള്ള യുദ്ധമുണ്ട് അവസാന നാളുകളിൽ. ആ യുദ്ധത്തിന്റെ സമയത്ത് സാത്താനെ തകർക്കും ദൈവം. അല്ല, ഈ സാത്താനെ എന്തിനാണ് ഉണ്ടാക്കിയത്? ദൈവത്തിന് അറിഞ്ഞൂടെ? ദൈവം സർവജ്ഞാനിയല്ലേ? ഇങ്ങനെ സാത്താൻ പ്രശ്നം ഉണ്ടാക്കും, അവസാനം എനിക്കതിനെ കൊല്ലേണ്ടി വരും. അതെല്ലാം ദൈവത്തിന് അറിയാതെ അവസാനം കൊല്ലേണ്ടി വരും എന്നുള്ള സാധനത്തിന് എന്തിനാണ് ഉണ്ടാക്കുന്നത്? നമ്മൾക്ക് അങ്ങനെ പറയാനൊന്നും പറ്റൂല. നിങ്ങളിപ്പോ ചെയ്യുന്നത്, ഞാനിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോ നിങ്ങൾ ഉണ്ടാക്കി പറയാണ് അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, രഹസ്യമാണെന്ന്. അങ്ങനെ ബൈബിളിൽ എവിടെയും പറ്റില്ല. അല്ല, കാരണം നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ധ്യാനമുണ്ട്, ധ്യാനത്തിന് എല്ലാം കറക്റ്റ് മനസ്സിലാവും. നമുക്ക് പറഞ്ഞുതരാൻ പറ്റൂല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെളിപ്പെടുത്തി തരാൻ പറ്റൂല. അറിയാണ്ട് പ്രബോധത്തിന് ഇറങ്ങരുത്. കാരണം ഇങ്ങനെ പെട്ടുപോകും ചിലപ്പോൾ കേട്ടോ. ഞാൻ എന്നെപ്പോലത്തെ ആൾക്കാർ കുറെ ഉണ്ട് നാട്ടില്. പെട്ടെന്നും പോകുന്നില്ല ചേട്ടന്. ഉത്തരം കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോവാം. ഇപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളോടല്ലേ ചോദിക്കുക? ഇപ്പൊ മറ്റുള്ളവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ് ആയിട്ട് പഠിച്ചു വരണം, അല്ലെങ്കിൽ പെട്ടുപോകും. ഇപ്പൊ അങ്ങനെയല്ല ചേട്ടാ. ഇപ്പൊ ഞാൻ പറഞ്ഞ രഹസ്യങ്ങളുണ്ട്. അപ്പൊ രഹസ്യങ്ങളെല്ലാം എല്ലാവർക്കും അന്ന് പറഞ്ഞു തരാനുള്ള അധികാരം ഇല്ല. അതുകൊണ്ട് ആ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവാ? അറിയാം. അപ്പൊ അതേപോലെ കുറെ ആൾക്ക് അറിയാവാ മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രഹസ്യങ്ങൾ? ധ്യാനം കൂടി ഇപ്പൊ സഭയിലുള്ളവർക്കെല്ലാം അറിയാം. ഇതിനെങ്ങനെയാ രഹസ്യം എന്ന് പറയാ? രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം അറിയുന്നതാണ്. ദൈവത്തിന്റെ രഹസ്യം മക്കൾക്ക് മാത്രമേ ദൈവ രഹസ്യങ്ങൾ അറിയുള്ളൂ. ലോകം മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ. അങ്ങനെ അറിയുമെങ്കിൽ രഹസ്യം എല്ലാം പറയാം. രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പേഴ്സണലായിട്ട് എന്റെ മനസ്സിലുള്ള കാര്യത്തിന് രഹസ്യം. അത് രണ്ടാമത് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം പോയി. എന്റെ പേഴ്സണലായിട്ട് ദൈവത്തിന്റെ രഹസ്യം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ്. ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യങ്ങളായിരിക്കണം. അല്ലാതെ നാട്ടുപതിനായിരത്തിന് അറിയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ആ രഹസ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം അവിടെ പോയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈബിൾ തരേണ്ട ആവശ്യമില്ലല്ലോ രഹസ്യങ്ങൾ അറിയിക്കണ്ടെങ്കിൽ. ഈ ബൈബിള് ദൈവം തന്നു എന്നതിന് എന്താണ് തെളിവുള്ളത്? ഇപ്പൊ കുറെ ആൾ അങ്ങനെ അവകാശപ്പെടുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ എല്ലാം അറിയുമ്പോൾ അതിൽ വേണ്ടേ? ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് എഴുതി വെച്ചതല്ലേ വചനത്തില്? ദൈവം വെളിപ്പെടുത്തു കൊടുത്തു എന്നതിന് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള തെളിവുള്ളത്? ദൈവം തന്നു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് വിശ്വസിക്കേണ്ടത്? ദൈവം തന്നത് എന്നത് എനിക്ക് എന്താണ് തെളിവുള്ളത്? കാരണം എന്താ പറയാ, ഈ പല മതഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ ആൾക്കാർ പറയാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ആൾ പറയാണ് നബിക്ക് അള്ളാഹു കൊടുത്തയാണെന്ന് പറയുന്നത്. എനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കില്ല. അതേപോലെ ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വേദ പണ്ഡിതന്മാർ കാട്ടി തപസ്സയായിട്ട് ദൈവം കൊടുത്തതാണ് വേദങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ നമുക്ക് തെളിവില്ല. അതേപോലെ തന്നെ ഇതിനും തെളിവില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ അത് വിശ്വസിക്കണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക? നിങ്ങൾ പറഞ്ഞ ദൈവമാണ് ബൈബിൾ കൊടുത്തത് എന്ന് പറയുന്നു. അതേപോലെ ഖുർആന് അള്ളാഹു പറഞ്ഞു കൊടുത്തതാണെന്ന് പറയുന്നു. എന്ത് തെളിവാണ് നമുക്ക് വിശ്വസിക്കാനുള്ളത്? ദൈവം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് അവർ എഴുതിയതാണ് വചനം.
അല്ല, ഭാഷ മനുഷ്യനുണ്ടായിട്ട് കുറെ കാലമൊന്നും ആയിട്ടില്ല. ഭാഷ ഉണ്ടായതിനു ശേഷമാണ് എഴുത്തുകൾ തുടങ്ങിയത്. അതുവരെ ഈ മതത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും വായ്മൊഴിയായിട്ട് മാത്രം പ്രചരിച്ച സാധനമാണ്, അല്ലേ? അത് ഉണ്ടായിട്ട് തന്നെ എഴുത്തും വായനയും അറിയുന്ന ആള് ഒരു 10,000 കണക്കിന് ആളുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും അറിയാത്ത കാലഘട്ടം അത്. പണ്ഡിതന്മാർന്ന് വിളിക്കുന്ന ആൾക്കാർ ആകപ്പാട് അവർക്കുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അക്ഷരം വായിക്കാൻ അറിയാന്നുള്ള മാത്രം അന്നത്തെ കാലത്തെ. വേറെ ഒരു കാര്യത്തിൽ ലോകവിവരം ഒന്നും ഉണ്ടാവില്ല. കാരണം ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഇതൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഭൂമി പരന്നാണെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഭൂമി പരന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഭൂമിയെ പറ്റി ബൈബിളിൽ എന്താണ് പറഞ്ഞത്? രൂപരഹിതമാണ്. ഭൂമി രൂപരഹിതമാണെന്ന് പറഞ്ഞ അതിനുശേഷം സൃഷ്ടിക്കുന്നതിന് മുൻപ്. സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി ഇല്ല അല്ല, പിന്നെ എങ്ങനെയാണ് ഭൂമിക്ക് രൂപം വരിക? അല്ല, അങ്ങനെ വെച്ചാൽ ഭൂമി ഉരുണ്ടതാണോന്നാ? ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? നിങ്ങളുടെ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് എങ്ങനെയാണ്? ബൈബിളിലെ വിശ്വാസം അനുസരിച്ച് എങ്ങനെയാണ്? ഭൂമിയെ പറ്റി എന്താണ് ബൈബിൾ പറയുന്നത്? പഴയ നിയമത്തിൽ എടുത്തു നോക്കിയാൽ സൃഷ്ടിവാദം എടുത്തു കഴിഞ്ഞാൽ തിരിയും. അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പഴയ നിയമത്തിൽ പറയുന്ന മൊത്തം അത് തന്നെയല്ലേ? രൂപരഹിതവും അന്ന് സൃഷ്ടിക്കുന്നതിന് മുൻപ്. ഇപ്പോഴത്തെ രൂപമാണ് ചോദിക്കുന്നത്. സൃഷ്ടിക്കുന്നതിന് മുമ്പ് രൂപമില്ല. അതെങ്ങനെ രൂപം ഉണ്ടാവുക? ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ കടലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവും പകലും ഉണ്ടായ ശേഷം സൂര്യനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 5-ാമത്തെ ദിവസം സൂര്യനെയൊക്കെ ഫിറ്റ് ചെയ്തു. രാവും പകലൊക്കെ 3-ാമത്തെ ദിവസം ഉണ്ടാക്കി വെച്ചു. എങ്ങനെയാണ് രാവും പകലും ഉണ്ടാകുന്നതെന്ന് പോലും ഇത് എഴുതിയാൽ അറിയില്ല. ബൈബിൾ പ്രകാരം രാവും പകലും 3-ാമത്തെ ദിവസം ഉണ്ടാക്കുന്നു. സൂര്യചന്ദ്രന്മാരെയൊക്കെ 5-ാമത്തെ ദിവസം ഉണ്ടാക്കുന്നത്. അപ്പോൾ സൂര്യനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് രാവും പകലും ഉണ്ടാകുന്നത്? സൃഷ്ടിവാദം മൊത്തം കോമഡി ആയിട്ടാണ് തോന്നിയത്. ചേട്ടന്റെ നമ്പർ വേറെ ഒരാൾക്ക് കൊടുത്തോട്ടെ? വേറെ ആക്കാം. എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യൂ. അങ്ങനല്ല, അപ്പൊ ചേട്ടൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയുകയാണെങ്കിൽ ഉത്തരം എന്നോട് പറഞ്ഞാൽ മതി. ഇങ്ങനെ ബൈബിളിൽ ഇത്രാമത്തെ വചനത്തിൽ ഇത്രാമത്തെ അധ്യായം ഇത്ര പറയുന്നത് ഞാനത് കൺഫേം ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ ഏത് സമയം വിളിച്ചാലും കിട്ടോ? ഏത് സമയം വിളിച്ചാലും കിട്ടൂല. വർക്കുള്ള ടൈമിലാണെങ്കിൽ കിട്ടൂല. അപ്പൊ ഞാൻ ഇവിടുന്ന് വെറുതെ തിരിഞ്ഞു കളിക്കുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. ഞാൻ വിളിക്കാം. ചേട്ടന് ഒരു ഞായറാഴ്ച ഒരു 2 മണിക്കൂർ ഇതുപോലെ ഇതിന് വരാൻ പറ്റുമോ? ഞായറാഴ്ച എനിക്ക് തലശ്ശേരി പരിപാടി ഉള്ളതാണ്. അല്ല, എല്ലാ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച പരിപാടി ഉണ്ട്. ഞായറാഴ്ച ഫുൾ ഡേ പരിപാടി. അന്ന് കുഴപ്പമില്ല, ഞാൻ വിളിക്കാം വേറെ ദിവസം. നിങ്ങൾ പറഞ്ഞാലും നോക്ക് എന്ത് ശരിയാണോ തെറ്റാണെന്ന് പറ. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്രിമ ബുദ്ധിനെ പറ്റി എവിടെ പറയുന്നു? ഇൻഫർമേഷൻ ടെക്നോളജി IT-നെ പറ്റി എവിടെ പറയുന്നു? ദൈവം സർവ്വജ്ഞാനിയാണെങ്കിൽ എല്ലാ കാലത്തും മനുഷ്യൻ എങ്ങനെ പോകുന്നു എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അതൊക്കെ അതിൽ കാണില്ല. കൊറോണ വൈറസ് വന്നല്ലോ, അതിനെ കുറിച്ചൊക്കെ വചനത്തിലുണ്ട്. അത് എവിടെയുള്ള വൈറസ്? കൊറോണ വൈറസ് എങ്ങനെയാണ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ടോ? ഉണ്ട്. കൊറോണയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വായിച്ചു തരാം. കൊറോണയെ പറ്റി തന്നെ ആവണം. എന്തെങ്കിലും വായിച്ചിട്ട് ഇത് കൊറോണയെ പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ കേട്ട് നോക്കുന്നിട്ട് കൊറോണന്റെ ആണോ? അധ്യായം പറഞ്ഞോ, വചനം പറഞ്ഞോ. ഏശയ്യായുടെ പുസ്തകം 28 അധ്യായം. ഒന്ന് എഴുതിക്കോട്ടെ, ഞാൻ നോട്ട് ചെയ്യും. ഞാൻ നോക്കുവേ. ഏശയ്യ 28 അധ്യായം 18-19. 18-ാമത്തെയും 19-ാമത്തെ വചനം. ഏശയ്യ 28. ഇതിലെന്താ പറയുന്നത്? അതിലിങ്ങനെ പറയുന്നുണ്ട്: മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും, പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും. അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും. പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും, പകലും രാത്രിയും അതുണ്ടാവും. അതിന്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും. അപ്പൊ ഇതിൽ പറയുന്ന ചില അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് ഈ കൊറോണ വൈറസിനെ കുറിച്ച് എന്താ പറഞ്ഞ? അപ്രതിരോധ്യമായ ഒരു മഹാമാരി എന്നല്ലേ ഇതിനെ പറഞ്ഞു തന്നെ, ലോകം മുഴുവൻ പറഞ്ഞത് തന്നെ. അല്ലല്ല, അതിപ്പോ വാക്സിനേഷൻ കൊണ്ട് കൺട്രോൾ ആയി കഴിഞ്ഞു. അത് നിയന്ത്രിക്കപ്പെട്ടു ഇപ്പോ. പക്ഷെ അപ്രതിരോധമായ ഒരു ഇതായിട്ട് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അല്ലല്ല, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും എത്തിയത് കൊണ്ട് അതിനെ ആഗോള പകർച്ചവ്യാധി പാൻഡമിക് എന്നാണ് വിശേഷിപ്പിച്ചത്. പാൻഡമിക് എന്ന് പറയും. ഈ അപ്രതിരോധ്യമായ അങ്ങനെ കേട്ടിട്ടുള്ള ചേട്ടാ? അപ്രതിരോധ്യമായി ഒന്നല്ല ഇത് വാക്സിനേഷൻ കൊണ്ട് നമ്മൾ പ്രതിരോധിച്ച് കഴിഞ്ഞു. ഈ കോവിഡ് ഭീഷണി ഇപ്പൊ നിലനിൽക്കുന്നില്ല. അതിൽ പറയുന്ന പോലെ തകർന്നു പോയിട്ടൊന്നുമില്ല. മനുഷ്യരാശി ഇല്ലാണ്ടായി പോയിട്ടൊന്നുമില്ല. മനുഷ്യപ്പോ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഇതിൽ പറയുന്ന വെച്ചാൽ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും. മരണവുമായുള്ള ഉടമ്പടി അസാധു. അപ്പൊ മരണവുമായുള്ള ഉടമ്പടി ദൈവം ഉണ്ടാക്കിയത് ഈ പുരോഹിതന്മാരുമായിട്ടാണ്, അതായത് പള്ളിയിലച്ചന്മാരുമായിട്ട്. പക്ഷെ അവരുടെ ഉടമ്പടി ദൈവം അസാധുവാക്കുന്ന പറഞ്ഞേ. പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും. കാരണം അനേകം പുരോഹിതന്മാര് ഈ മഹാമാരി ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും. പ്രഭാതം തോറും അത് ആനടിക്കും. നമ്മളിപ്പോ രാവിലെ ന്യൂസ് വെച്ച് നോക്കുമ്പോ എന്താ കേൾക്കുന്നത്? ഇതിന്റെ ന്യൂസ് തന്നെ കേട്ടുകൊണ്ടിരുന്ന കോവിഡിന്റെ സമയത്ത്. ആ സമയത്ത് പ്രഭാതം തോറും അത് കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ. ലോകത്ത് നടക്കുന്ന സംഭവങ്ങള്
കേൾക്കുന്നത് നമ്മൾ ടെലിവിഷനിലൂടെ അല്ലേ? ആ ടെലിവിഷനെ പറ്റിയിട്ട് ഒരു പരാമർശം അതിലില്ലല്ലോ. ഈ പറയുന്നത് യേശുവായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസ് ഇല്ലേ, ഈ സ്ഥലങ്ങളിൽ ബാധിച്ച ഒരു മഹാമാരി 2000 വർഷം മുമ്പേ ഉണ്ടാവും. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഈ മഹാമാരി എന്ന് പറയുന്നത് കോവിഡ് മാത്രമൊന്നുമല്ല. ഇതിനു മുമ്പേ വസൂരി ഉണ്ടായിരുന്നു, സ്മോൾപോക്സ് വസൂരി ഉണ്ടായത്. അതേപോലെ തന്നെ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് മുമ്പേ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് മഹാമാരികൾ കടന്ന് പോയിട്ടുണ്ട്. ആ മഹാമാരികളിൽ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ആ മഹാമാരികളിലും ജനങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. വസൂരി ഉള്ള സമയത്ത് തന്നെ എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നതാണ് വാക്സിൻ കണ്ടെത്തുന്നത്. എഡ്വേർഡ് ജെന്നർ വാക്സിൻ കണ്ടെത്തിയ ശേഷമാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലാണ്ടായത്. അതിനുശേഷം കൊറോണ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നപ്പോഴും ഏകദേശം 1 കൊല്ലത്തിനുള്ളിൽ വാക്സിൻ കണ്ടെത്തുകയും പെട്ടെന്ന് തന്നെ വാക്സിൻ കൊടുക്കുകയും ചെയ്തപ്പോൾ ആ ഒരു കൊല്ലം കൊണ്ട് തന്നെ കംപ്ലീറ്റ് കൺട്രോൾഡായി. പുരോഹിതന്മാരായിട്ട് ഒരു ബന്ധം ഇതിനില്ല. ഇവിടെയൊക്കെ ഇതിനെല്ലാം ഡീൽ ചെയ്തത് ശാസ്ത്ര സമൂഹമാണ്. പുരോഹിതന്മാര് കോവിഡ് ബാധിച്ചിട്ട് പുരോഹിതന്മാർ അനേകം പേര് മരിച്ചിട്ടില്ലേ? അല്ല, അത് കോവിഡ് പുരോഹിതന്മാർ മാത്രമൊന്നുമല്ല മരിച്ചത്, സാധാരണക്കാർ ഒരുപാട്. ഈ വചനത്തിൽ പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. വചനത്തിൽ പറയുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇനി അതിനെ തകർക്കപ്പെടുന്ന പറയുന്നത് അവരോടാണ്. അവർക്ക് പോലും അതിനെ കീഴ്പ്പെടേണ്ടി വന്നു. അല്ല, അങ്ങനെയാണ്. പിന്നെ എത്ര പുരോഹിതന്മാർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത്? അതിനെ പറ്റി എന്താ പറയാത്ത? ചേട്ടാ, ഇത് വചനത്തിൽ പറയുന്നല്ലേ ഞാൻ ക്യാൻസറിനെ പറ്റി പറയാത്ത എന്താ? എത്ര പുരോഹിതന്മാർ ക്യാൻസർ വന്നിട്ട് മരിച്ചിട്ട് വചനം പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ ഇനി പറഞ്ഞിട്ടെന്നാ? അത് ഇതിനെ പറ്റിയല്ല പറയുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ കോവിഡിനുള്ള പേര് ഞാനിപ്പോ വായിച്ചത് കോവിഡിനെ കുറിച്ചാണ്. ഇതിൽ കോവിഡ് വാക്ക് എവിടെയുള്ളത്? കോവിഡ് ബാധിച്ചിട്ട് അനേക പുരോഹിതന്മാര് മരിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവ് തന്നെയല്ലേ ഇപ്പൊ ഞാൻ വായിച്ചേ. ഇത് കോവിഡ് വേണ്ട, വസൂരിയുള്ള സമയത്ത് ഇഷ്ടംപോലെ പുരോഹിതന്മാർ മരിച്ചിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. ഇതിൽ കൊറോണ എന്നുള്ള ഒരു വാക്ക് പോലും വന്നിട്ടില്ല. ഒന്നാമത്തെ കൊറോണ വാക്ക് വരണ്ടല്ലോ, മഹാമാരി തന്നെയല്ലേ ഈ കൊറോണ മഹാമാരി ആയിരുന്നല്ലോ. മഹാമാരി എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് മാത്രമല്ലല്ലോ, മുമ്പ് എത്ര മഹാമാരികൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടെല്ലാം ചികിത്സയില്ലാത്ത ഇഷ്ടംപോലെ മഹാമാരികൾ ഉണ്ടായിട്ടുണ്ട്. സ്പാനിഷ് ഫ്ലൂ എല്ലാം വായിച്ചതിൽ ആ മറ്റേ നേരത്തെ പറഞ്ഞ മഹാമാരികളെല്ലാം ഇതുപോലെയാണോ ഉണ്ടായത്? ഇതിലും ഭയങ്കരമായിരുന്നു. ഇതിനേക്കാൾ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നില്ല. വസൂരിയെല്ലാം ബാധിച്ച ആൾക്കാരെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ വെള്ളം പോലും കൊടുക്കാണ്ട് ഒറ്റക്ക് മാറ്റി താമസിച്ച് കഷ്ടപ്പെട്ട് പട്ടിണി കടന്നിട്ടാണ് ആൾക്കാർ മരിച്ചത്. അത്രയൊന്നും ഭീകരത ഇന്ന് ഉണ്ടായി. ഞാൻ വേറൊരു വചനം വായിക്കാം, അപ്പൊ ചേട്ടൻ പറയാതാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 24 അധ്യായം 10 മുതൽ 12. ഈ വചനവും ഇപ്പോഴത്തെ കോവിഡ് പ്രശ്നമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൽ പറയുന്നത് അന്ന് ഇസ്രായേലിന്റെ ആ ഭാഗങ്ങളിൽ അന്ന് ഉണ്ടായിരുന്ന ഏതൊരു മഹാമാരി വഴി കുറെ ആൾക്കാർ മരിച്ചതിനെ പറ്റിയാണെന്ന് പറയുന്നത്. ഇതിന് അപ്രതിരോധമായ മഹാമാരി ഇത് അപ്രതിരോധമല്ല, ഇത് വാക്സിനേഷൻ ഇതിനുണ്ട്. വാക്സിൻ കൊണ്ടാണ് ഇത് നിയന്ത്രിച്ചത്. അപ്രതിരോധമായെന്ന് പറയുമ്പോൾ തന്നെ പോയത്. ഇപ്പൊ കോവിഡ് കൊണ്ട് ആള് മരിക്കുന്നില്ല. കോവിഡ് കൊണ്ട് കോവിഡിനെ പ്രതിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴും കോവിഡ് വരുന്നില്ലേ. അപ്രതിരോധം വെച്ച് പ്രതിരോധിക്കാൻ പറ്റാതെ. നിങ്ങളിപ്പോ ഇന്ത്യയല്ലേ ജീവിക്കുന്നത്? ഇന്ത്യയിൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് കോവിഡ് ബാധിച്ച ഇത്ര ആൾ മരിച്ചു. കേരളത്തിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പക്ഷെ കോവിഡ് വരുന്നുണ്ടല്ലോ. അങ്ങനെ ജലദോഷം വരുന്നില്ല, എന്തൊരു രോഗം വരുന്നുണ്ട്? പ്രതിരോധിച്ചെന്ന് പറയാൻ പറ്റുകയല്ലോ. അങ്ങനെയാണ്. പിന്നെ ഇവിടെ എന്താ ഇല്ലാത്ത എല്ലാ രോഗങ്ങളെയും അപ്രതിരോധം തന്നില്ല. അങ്ങനെയാണെങ്കിൽ രോഗം വന്നിട്ട് ആള് മരിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞപ്പോ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ അത് മാത്രമല്ലല്ലോ വരുന്നത്. എത്ര രോഗങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ജലദോഷം വരുന്നില്ലേ, പനി വരുന്നില്ല, മഞ്ഞപ്പിത്തം വരുന്നില്ലേ? അംഗീകരിക്കാൻ എന്തൊക്കെ വേണ്ടേ? ഞാൻ അംഗീകരിക്കണ്ടില്ലേ? ഞാൻ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പറയുന്ന കാണിച്ചാ ഞാൻ അംഗീകരിക്കാം. ഞാൻ വിളിച്ചു എന്തായാലും ഞാനത് വിളിച്ചു പറയാം. പേടിയും തൊടാത്ത കുറെ കാര്യങ്ങൾ പറ്റിയ കോവിഡ് എന്നുള്ള പ്രയോഗം വരില്ല. ഏത് മഹാമാരിയുള്ള കാലത്ത് കൊടും ഭീതി ഉളവാക്കിയിട്ടില്ലേ എല്ലാരും? ആ സമയത്ത് എങ്ങനെയായിരുന്നു? പണ്ടും അങ്ങനെ തന്നെയാണ്. പണ്ട് വസൂരി വന്ന സമയത്ത് അത് പറയുമ്പോ അംഗീകരിക്കുന്നില്ല. പിന്നെ ഞാനെന്താ അംഗീകരിക്കാൻ എന്താ ഉള്ള വിഷയം? ഞാൻ പറയുന്നത് ഇപ്പൊ കോവിഡ് നിങ്ങൾ പറയുന്നത് ഇത് കോവിഡിനെ പറ്റിയാണെന്ന് പറയുന്നില്ലേ? ഇതെന്താ വസൂരിനെ പറ്റി ആയിക്കൂടെ? അപ്പൊ 2000 വർഷം മുമ്പെല്ലാം വസൂരി വന്നിട്ടുണ്ടോ? പകലും രാത്രിയല്ല, ഫുൾ ടൈം 24 hours ഈ രോഗിനെ വേറെ സ്ഥലത്തേക്ക് പുറത്ത് പറമ്പിലൊക്കെ ഷെഡെല്ലാം കെട്ടിയിട്ട് ഇട്ട് അവിടുന്ന് കൊല്ലുക ചെയ്ത. കാരണം വീട്ടിലുള്ള വേറെ ആൾക്ക് പകരാതിരിക്കാൻ വേണ്ടി. അവർ മരിച്ചു കഴിഞ്ഞാൽ ബോഡി പോലും എടുക്കുക സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ വരിക. ബോഡി പോലും കാണിച്ചിരുന്നില്ല. അതിൽ വസൂരിന്റെ കാലത്തെ ചരിത്രമെല്ലാം വായിച്ചു നോക്കണമെന്ന്. VS അച്യുതാനന്ദനുണ്ടല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ആ VS അച്യുതാനന്ദന്റെ അയാളുടെ അമ്മ മരിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. ദൂരെ നിന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കെട്ടിവെച്ച സ്ഥലത്ത് നിന്ന് മൃതദേഹം ഒറ്റ നോക്കുമാർ കാണാൻ പറ്റിയിട്ടുള്ളൂ. VS കൃത്യമായിട്ട് പറയുന്നുണ്ട്. 50-70 വർഷം മുമ്പേ ഉള്ള കാര്യമാണ്. കോവിഡ് മാത്രമേ ഭീതി ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ AI പറ്റി എനിക്ക് തരാം. പണ്ട് കാലത്തും അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇതും കൂടി ഒന്ന് കേൾക്ക്. ആർക്കും കടക്കാനാവാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു. കോവിഡിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു വീട് തുറന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന? എല്ലാ ഭവനങ്ങളും അടച്ചുപൂട്ടിയിട്ട് തന്നെയല്ലേ ഉണ്ടായത്. വീടെന്തിനാണ് അടച്ചു
അടച്ചുപൂട്ടുന്നത്. ഷോപ്പും തൊഴിൽ സ്ഥലങ്ങളിലോ അടച്ചുപൂട്ടി കഴിഞ്ഞാൽ ആൾക്കാർ വീട്ടിലല്ലേ ഉണ്ടാവുക? വീടുകൾ തുറന്നിട്ടിട്ടല്ലോ ഉണ്ടായേ, ഉള്ളിൽ ആൾക്കാർ അകത്തിരിക്കല്ലേ. പുറമേയുള്ള ജോലി സ്ഥാപനങ്ങളും ഷോപ്പുകളും ഉള്ള സമയത്ത് മാത്രമാണ് ആൾക്കാർ പുറത്തു പോവുകയും വീട് അടച്ചിടുകയും ചെയ്യുന്നത്. ഇപ്പൊ ഒരു ദിവസം ബന്ധായി കഴിഞ്ഞാൽ വീട് അടച്ചിടുക, വീട്ടിൽ അന്നല്ലേ ആളുണ്ടാവുക, അന്നല്ലേ തുറന്നിടുക. എല്ലാവർക്കും കയറാൻ വേണ്ടി നമ്മളെ വീട് അടച്ചിട്ടുണ്ടായി, പുറത്തു പോലും ഇറങ്ങാൻ ഒരാളും അനുവദിച്ചിട്ടില്ല. ലോക്ക്ഡൌൺ, അതായത് വീടെല്ലാം അടച്ചത്, പുറത്തടച്ചത്. നിങ്ങൾ കംപ്ലീറ്റ് വാതിൽ അടച്ചിട്ട് പിന്നെ പകലല്ലോ അടയിടിക്കുക. ജനല് പോലും തുറക്കാൻ വിടാണ്ട് നമ്മള് വീട്ടിന്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ ആരോഗ്യ വകുപ്പിന്റെ ഒരു നിർദ്ദേശമില്ല. ആൾക്കൂട്ടത്തിലേക്ക് പോകാതിരിക്കാനാ പറയുന്നത്. വീട് മൊത്തമായിട്ട് അടച്ചിട്ടിട്ട് വീടിന്റെ ജനൽ വഴി കയറി വരുന്ന സാധനമൊന്നുമല്ല ഇത്. ഒരാൾ തുമ്മുമ്പോ വായുവിലേക്ക് പ്രസരിക്കുന്ന ശ്വാസകോശത്തിന് വരുന്ന വൈറസ് അടങ്ങിയ കണങ്ങൾ അത് വേറൊരാൾ ശ്വസിച്ചിട്ട് വലിച്ചു കയറ്റിയിട്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ അതിന് പറയാം. അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ നിങ്ങൾ ജനലിലൂടെ ഇങ്ങനെ വായുവിലൂടെ ഇങ്ങനെ പറന്നു വന്ന് ഷിഫ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കാര്യത്തിൽ നിങ്ങൾ പിടിക്കുന്ന സാധനമല്ല ഇത്. പീടികയിൽ അടച്ചിടാനും പറഞ്ഞ കാരണം തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ ബസ്സൊക്കെ നിരോധിച്ച കാരണം ഇതെല്ലാം ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലമാണ്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ഇടപെടുമ്പോഴാണ് ഒരു ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന പേഴ്സണിൽ നിന്ന് മറ്റൊരാൾക്ക് അത് പകരും. അല്ലാണ്ട് വീട്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പകല് കംപ്ലീറ്റ് ഡോറും. വീണില്ലാത്തതിനാൽ തെരുവുകളിൽ മുറിവിളി ഉയരുന്നു, സന്തോഷം അസ്തമിച്ചിരിക്കുന്നു, ഭൂമിയിൽ നിന്ന് ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു. ആ സമയത്ത് മദ്യഷോപ്പ് ഉണ്ടായിരുന്നു, മദ്യഷോപ്പിൽ അടച്ചിട്ടുണ്ടായ വീണില്ലാത്തതിനാൽ തെരുവുകളിൽ മുറിവിളി ഉയരുന്നു. ഇത് ഞാൻ പറയുന്നത് എന്താ അറിയാം, ഈ വചനം എന്താണെന്നറിയാം, ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ ആ പ്രദേശം, അതായത് ഭവനങ്ങളും വീനും മദ്യഷോപ്പെല്ലാം ഉണ്ടായത്. മദ്യമൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. ഖുറാനിൽ കഥകൾ എടുത്തു പോയി കഴിഞ്ഞാൽ സ്വർഗത്തിലൊക്കെ മദ്യപ്പുഴകളാണ് ഒഴുകുന്നത്. ഇവിടെ മദ്യഷോപ്പുകളേ ഉള്ളൂ. അവിടെ മദ്യപ്പുഴകളെ പറ്റി പറയുന്നില്ലേ? നിങ്ങളെ സ്വർഗത്തിലില്ല, എന്നാൽ ഇസ്ലാമിന്റെ സ്വർഗത്തിലുണ്ട് മദ്യപ്പുഴകളാ. ഓ, ഇസ്ലാമിന്റെ സ്വർഗത്തിലുണ്ട്. നിങ്ങളെ സ്വർഗത്തിൽ എന്താ ഇല്ലാണ്ടായി പോയെന്ന് എനിക്കറിയില്ല. ഉണ്ടാ, നിങ്ങൾക്ക് വായിക്കാതെ കൊണ്ടാണെന്ന് അറിയില്ല. ഇസ്ലാമിന്റെ സ്വർഗത്തില് മദ്യപ്പുഴയെ പറ്റി പറയുന്നുണ്ട്. സൈനിന്റെ പുഴ ഒരു ഭാഗത്ത്, മദ്യത്തിന്റെ ഒരു പുഴ ഒരു ഭാഗത്ത്. ഭൂമിയിൽ കുടിക്കാനേ വരും, മദ്യത്തിൽ തന്നെ കുളിക്കുകയും ചെയ്യാവണേ. ഏകദേശം ഇത് രണ്ടും ഒരേ കോപ്പി മതമാണല്ലോ. നിങ്ങളെ സൃഷ്ടിവാദവും ഇസ്ലാമിന്റെ സൃഷ്ടിവാദവും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും, ഒരേ കഥകളായിരിക്കും. ഇപ്പൊ ദൈവം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത് നിങ്ങൾ പൊടിയിൽ ഉണ്ടാക്കി എന്ന് പറയുന്നു. എത്രയായാലും വ്യത്യാസമുള്ളൂ അല്ലെ? കർത്താവായ യേശുക്രിസ്തു പൊടിപടലങ്ങളിൽ നിന്ന് സ്വന്തം രൂപം ഉണ്ടാക്കി അതിൽ ജീവശാസ്ത്രം ഊതി എന്നാണ് ബൈബിൾ പറയുന്നത്. സ്വന്തം രൂപമല്ല, ദൈവത്തിന്റെ അതേ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. അപ്പൊ മനുഷ്യന്റെ രൂപമാണ് ദൈവത്തിൽ നിന്ന് അവിടെ വന്നു അല്ലെ? ദൈവത്തിന്റെ രൂപം മനുഷ്യനെ. അതായത് ക്രിസ്ത്യൻ ദൈവം ഒരു ആൾ ദൈവമായിരുന്നു, അതായത് ആളുടെ രൂപമുള്ള ദൈവമായിരുന്നു അല്ലെ? രൂപമുണ്ട്, ദൈവത്തിന് രൂപമുണ്ട്. ഇസ്ലാമിലേക്ക് രൂപം ഇല്ലാത്തവനായി. ഇസ്ലാമിലെ ദൈവം എന്ന് പറയുമ്പോൾ രൂപം ഇല്ലാത്ത ദൈവമാണ്, അരൂപിയാണെന്ന് പറയുന്നത്. മലക്കിനെ പറഞ്ഞയച്ചിട്ട് കളിമണ്ണൊക്കെ എടുത്തിട്ട് ഊതി ജീവശ്വാസം കൊടുത്തു എന്നാണ് പറയുന്നത്. ബൈബിളിൽ പറയുന്ന ഒറ്റ വ്യത്യാസമുള്ള അത് സ്വന്തം രൂപത്തിലേക്ക് അടിച്ചു എന്നാണ് പറഞ്ഞത്, പ്രിന്റ് എടുത്തു എന്ന്. പിന്നെ ഇബ്ലീസിന്റെ കഥയും സാത്താന്റെ കഥയും ഒക്കെ സംഭവം ഒന്ന് തന്നെയാണ്. ആദം ഹവ്വ ഒക്കെ അവിടെയുണ്ട്. ആദ്യം മണ്ണിൽ നിന്ന് ആദാമിനെ സൃഷ്ടിക്കുന്നു, ആദാമിന്റെ ഭാര്യയിൽ പെറുക്കിയെടുത്തു, ഒരു സർജറി ഒക്കെ നടത്തി പെണ്ണിനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ആബേലും കായലും എന്ന് പറഞ്ഞ 2 മക്കൾ ഉണ്ടാവുന്നു. ആദാവും ഹവ്വയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 2. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആദാവും ഹവ്വയും 2 മക്കളും ഫസ്റ്റ്ലി അവരല്ലേ ലോകത്തിലുണ്ടായിരുന്നത്? ഇവരിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരാശി ഉണ്ടായത്? ആദത്തിന്റെ മക്കള് കായേനും ആബേലും. ഞാൻ ചോദിക്കുന്നത് മനസ്സിലായി. അതായത് അവിടെ ഉണ്ടായിരുന്ന 3 പുരുഷന്മാരാണ്. ഞാൻ മുസ്ലിം ഒന്നല്ല, ഞാൻ യുക്തിവാദിയാണ്. ഇത്രയും മനസ്സിലായില്ലേ പറഞ്ഞൊന്നും? മനസ്സിലായി. അങ്ങനല്ല, അങ്ങനെ പേര് പേര് നോക്കണ്ട. ഞാൻ ഇസ്ലാം മതമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ച് ഹിന്ദു മതം വിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഈ കഥാസാഹിത്യങ്ങളൊക്കെ ഞാൻ വായിച്ചിരുന്നു. ഞാൻ ബാലമംഗളവും ബാലരമയൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ ഗീത വായിച്ചിരുന്നു, ബൈബിള് വായിച്ചിരുന്നു, പിന്നെ ഖുറാൻ വായിച്ചിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ദൈവം ഡിങ്കനാണ്. ഡിങ്കന്റെ കഥകളിൽ ഡിങ്ക രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോൾ ഉടനടി എത്തും. ഡിങ്കൻ ഒരു പിശാചിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഡിങ്കൻ ഉപദ്രവിക്കുന്ന ഒന്നിനെയും സൃഷ്ടിച്ചായിട്ട് ബാലമംഗളത്തിൽ പറയുന്നില്ല. നമ്മുടെ ഈ മതത്തിലെ കഥാപുസ്തകങ്ങൾ എടുത്തു നോക്കുമ്പോൾ ബൈബിളിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും ജൂതമതത്തിലാണെങ്കിലും ദൈവം തന്നെ മനുഷ്യന്മാരെ കംപ്ലീറ്റ് വഴിയയക്കുന്ന ഒരു സയൻസിനെ ആദ്യം ഉണ്ടാക്കി വെച്ചു. സാത്താനും ഇബ്ലീസിനെ ഉണ്ടാക്കുക മാത്രമല്ല അവരോട് പറയാണ്, ഭൂമിയിൽ പോയിട്ട് നിങ്ങൾ മനുഷ്യന്മാരെ മൊത്തം പിഴപ്പിക്കും എന്ന് പറഞ്ഞിട്ട്. ദൈവം എന്തിനാ അങ്ങനെ സൃഷ്ടിച്ചത്? ദൈവത്തിന് എന്തുകൊണ്ടാണ് അതിന്റെ ഉദ്ദേശം? അതൊന്നും അറിയില്ലല്ലോ. അതറിയാണല്ലോ. ഈ കഥ ഒന്ന് രണ്ടറ്റം മൂട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. ബൈബിള് നമ്മളൊക്കെ വെറുതെ വായിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതില് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ നമുക്ക് അറിയണം. ഇപ്പൊ ചേട്ടൻ വെളിപാട് പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയേ, മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. എന്താ ഇത് എങ്ങനെ എഴുതി വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഈ ദൈവത്തിന് കോമൺ സെൻസ് ഇല്ലേ? ഈ മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടിയിട്ട്, പ്രബോധനം മനുഷ്യനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പുസ്തകങ്ങളിലൊക്കെ ഇറക്കിയിരിക്കുന്നത്. എന്നിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾ തന്നെ പറയാണ് അതിലൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അങ്ങനെ ഇറക്കുന്ന എന്താ അർത്ഥം ഉള്ളത്? എല്ലാരും രക്ഷിക്കാൻ പറ്റോ? ഇല്ല.
ദൈവത്തിന്റെ മക്കൾ എന്ന് വെച്ചാൽ ഭൂമിയിലുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളൊന്നല്ല. അപ്പൊ ദൈവത്തിന്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ ദൈവത്തിന്റെ മക്കള് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്തായിരിക്കും? ദൈവത്തിന്റെ മക്കൾ എന്ന് വെച്ചാല് കൊറേ ദൈവങ്ങളുണ്ടല്ലോ. കൊറേ ദൈവങ്ങളുണ്ട്. ക്രിസ്തുമത്തിന്റെ മക്കളെ ക്രിസ്തു ദൈവം രക്ഷിക്കൂ, അള്ളാഹിന്റെ മക്കളെ അള്ളാഹ് രക്ഷിക്കൂ, ശിവന്റെ മക്കളെ ശിവൻ രക്ഷിക്കുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനല്ല, ദൈവം ഒരാളേ ഉള്ളൂ. ദൈവം ഒരാളേ ഉള്ളൂ. ആ ദൈവത്തിന്റെ റോൾ എവിടെയും കാണുന്നില്ലല്ലോ. അമേരിക്കയിലടക്കം കൊടുങ്കാറ്റടിച്ചു. ഇപ്പോൾ ഇസ്രയേല് ഇവിടെ ആക്രമണം നടത്തുകയാണ് ഗാസയില്. അവിടെ രാജ്യം ഭരിക്കുന്നത് മതതീവ്രവാദികളാണ്. ദിവസം തൊട്ടേനും പിടിച്ചതിന് ഒരു തേങ്ങ വീണാൽ പോലും അള്ള എന്ന് വിളിക്കുന്ന ടീമുകൾ അവരൊന്നും രക്ഷിക്കാൻ ഒരു ദൈവം എത്തിയില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവരെ എങ്ങനെ രക്ഷിക്കുക? അവരുടെ പ്രവൃത്തി എന്താ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്ത് ദൈവം രക്ഷിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കണം, വ്യാപരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുസരിക്കാണ്ട് ദൈവത്തിന് വിലയില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ പിന്നെ ദൈവത്തിന് എന്തിനാ അവരെ രക്ഷിക്കേണ്ട ആവശ്യം? അങ്ങനെ വാദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാം, ഈ പ്രകൃതിയിൽ ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളില്ലേ? ഈ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമല്ലേ? അതെ. അപ്പൊ ഒരു കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല ചെയ്ത ആളും മോശം ചെയ്ത ആളും കുട്ടികളും സ്ത്രീകളും കൊള്ളക്കാരും എല്ലാം മരിക്കുന്നു. രക്ഷപ്പെടുന്നില്ലല്ലോ. ഏതോ ഒരു ചുഴലിക്കാറ്റ് അടിച്ചാലോ റെഡ് ക്രോസിന്റെ കുറെ ആൾക്കാർ മരിച്ചിരുന്നു. ഈ റെഡ് ക്രോസിലെ ആൾക്കാർ അവരെ ജീവൻ പോലും പണയം വെച്ചിട്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധഭൂമിയല്ലോ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരു ചുഴലിക്കാറ്റ് വന്നപ്പോ ഇതിൽപ്പെട്ട നന്മ പ്രവൃത്തി ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളാണെന്നൊന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ മക്കളാവുക നന്മ ചെയ്യണമെന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? നന്മ ചെയ്യണം, പക്ഷെ നന്മ ചെയ്ത് ഇവര് അതിലാക്കാവണ്ടേ അല്ലേ? അങ്ങനെയല്ല, അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവൂല. അപ്പൊ ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നന്മ എന്നുള്ള ഒരു വിഷയമല്ല. ഇല്ല, വിഷയമല്ല. ദൈവത്തിന്റെ മക്കൾ എന്ന് വെച്ചാൽ ദൈവം ആദ്യം തിരഞ്ഞെടുത്തിട്ടുണ്ട് ദൈവത്തിന്റെ മക്കളെ. പിന്നെന്തിനാണ് ബൈബിള് പിന്നെ ഇറക്കുന്നത്? പ്രബോധനം നടത്തുന്നത് പിന്നെന്തിനാണ്? ആദ്യം നിങ്ങൾ എല്ലാവരും ആയല്ലോ, മെമ്പർഷിപ്പ് അല്ല. ഇപ്പൊ നമ്മൾ ഈ ലോകത്തില് ഫുള്ള് ദൈവത്തിന്റെ മക്കളെന്ന് വെച്ചാൽ ലോകത്തില് പല സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അവരെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം. അതായത് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവില് അവനെ കാത്തിരിക്കുന്നവരെ മാത്രമേ അവൻ രക്ഷിക്കുകയുള്ളൂ. കാത്തിരിക്കുന്നവരെ രക്ഷിക്കാനും അല്ലാത്തവരെ ശിക്ഷിക്കാനും ആണ് അവൻ വരുന്നത്. ദൈവം ഒരു നീതിമാനല്ലോ. നീതിമാൻ തന്നെ. അപ്പൊ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം അത് ദൈവം ആണ് എന്നുള്ളത് ഒരു തെളിവില്ലാത്തതുകൊണ്ടാണ്. വിശ്വാസം ഇല്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞത്. അത് അങ്ങനെയാണ് എന്നത് നിങ്ങളൊക്കെ പറയുന്നല്ലേ, മതഗ്രന്ഥങ്ങളും മതപുരോഹിതന്മാർ അവകാശപ്പെടുന്നത് പോലെ അതിന് തെളിവില്ലാത്തതുകൊണ്ടാണ്. തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കുമല്ലോ, എന്താ സംശയം? തെളിവ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലോ. നമ്മൾ ഇല്ലാത്തൊരു കഥയിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ബാലമംഗളത്തിൽ ഡിങ്കൻ എന്താ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാലമംഗളം എന്നുള്ള പുസ്തകത്തിൽ കഥയിൽ പറയുന്നുണ്ട് ഡിങ്കൻ ഉണ്ട് എന്നുള്ള. അതേപോലെ തന്നെയല്ലേ ഇതുള്ളൂ. യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ബൈബിൾ കഥയിൽ പറയുന്നു. അള്ളാഹു ഉണ്ട് എന്നുള്ളത് ഖുറാൻ കഥയിൽ പറയുന്നു. ബാലരമയിൽ പറയുന്നു മായാവി ഉണ്ട് എന്ന്. ബൈബിളിൽ യേശുവിനെ പറ്റി പറയുന്നത് കൊണ്ട് ഖുറാനിൽ അള്ളാഹിനെ പറ്റി പറയുന്നു. അത് ഉണ്ട് എങ്കിൽ ഈ ബാലമംഗളത്തിൽ ഡിങ്കനെ പറ്റിയിട്ട് ബാലരമയിൽ മായാവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതും ഉണ്ട് എന്നുള്ള രീതിയിൽ വരും. ഒന്നിലും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന ബൈബിൾ കഥയിലും പിന്നെ അതിലുള്ള സൂപ്പർ ഹീറോയിനെ പറ്റിയും ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ ബാലമംഗളത്തിലെ കഥയിലും അതിലുള്ള സൂപ്പർ ഹീറോ ആയിരിക്കുന്ന ഡിങ്കലിലും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിലും വിശ്വസിക്കേണ്ടി വരും. ഈ ഭൂമി എങ്ങനെയാ നിലനിന്ന് പോകുന്നതെന്നാ വിശ്വസിക്കുന്നത്? ഈ ഭൂമി എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ സയൻസിന്റെ കൃത്യമായിട്ടുള്ള ഇതുണ്ട്. ഈ ഭൂമിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സയൻസിൽ വിശ്വസിക്കേണ്ട. സയൻസ് എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട വസ്തുതകൾക്കാണ് സയൻസ് നോളജ് എന്ന് പറയാം. ബൈബിളിലെ കാര്യങ്ങൾ പലതും സയൻസ് തെറ്റാണ് തെളിയിച്ചിട്ടുണ്ട്. ഭൂമി പരന്നാണെന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. ഭൂമി ഉരുണ്ടാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞിട്ട് ശാസ്ത്രജ്ഞന്മാരെ ക്രിസ്ത്യൻ സഭകൾ ചുട്ടുകൊന്നിട്ടുണ്ട്. ബ്രൂണോ ഗലീലിയനൊക്കെ ചുട്ടുകൊന്നത് ഭൂമി ഉരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന പരന്ന് എന്നാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണങ്ങളുടെ അന്ന് ടെലസ്കോപ്പ് നിരീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അത് ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. ഇന്ന് കൃത്രിമ ഉപഗ്രഹങ്ങൾ വിട്ടുകൊണ്ട് എടുക്കുന്ന ഫോട്ടോയിൽ വളരെ വ്യക്തമായിട്ട് ഭൂമി മാത്രമല്ല എല്ലാ ഗോളങ്ങളും ഭൂമി ചൊവ്വ ചന്ദ്രനും എല്ലാം അടക്കമുള്ള എല്ലാ സാധനവും ഉരുണ്ടിട്ടാണെന്ന് തെളിയിക്കപ്പെട്ടു. അപ്പൊ അന്ന് ബൈബിളിൽ പറഞ്ഞ പരന്ന ഭൂമിയല്ല ഉരുണ്ട ഭൂമിയാണെന്ന് പറഞ്ഞതിനാണ് ബ്രൂണോ ഗലീലിയോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ ചുട്ടുവന്നത്. എങ്ങനെയുണ്ട്? എപ്പടി ഇരിക്കേ? എന്തായാലും നിങ്ങളെ പ്രബോധനം അടിപൊളിയായിരുന്നു. ആയിക്കോട്ടെ, എന്നാ തന്നെ ശരിയെന്നാ. ഓക്കെ ശരി. എന്തായാലും ഒന്നിലും വിശ്വാസമില്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും വിശ്വാസം എനിക്ക് ഞാൻ ചോദിക്കാനുള്ള ഉത്തരം കിട്ടാൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞതാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞേ. ഇതുപോലെ കുറെ ആളും പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഉറപ്പായിട്ടും സമയം കിട്ടൂലെങ്കിൽ ഞാൻ ഇതില് മെസ്സേജിൽ വാട്സപ്പിൽ അയക്കാം. അതെന്താ കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല. അതിന് മറുപടി എനിക്ക് കിട്ടിയാൽ മതി. ഇതിന്റെ പ്രശ്നം എന്താ അറിയാം? ഇതിന്റെ പ്രശ്നം എന്താ അറിയാം? ബൈബിൾ ഏതാ? POC ബൈബിൾ അല്ലേ? ഇതിന്റെ പ്രശ്നം വെച്ചാൽ പല സഭകള്
പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ട് ഇറക്കുന്നുണ്ട് അല്ലേ? അതുണ്ട്. കത്തോലിക്ക സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ മറ്റൊരു സഭ പോലും അംഗീകരിക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കത്തോലിക്ക സഭയാണ് ഏറ്റവും വലിയ സ്ഥലം. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ശരി മാത്രമാണ്, മതത്തിനുള്ളിലുള്ള പല വിഭാഗങ്ങളും നിങ്ങളെ ശരിയെന്ന് അംഗീകരിക്കുന്നില്ല. അല്ല, അവര് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ബൈബിളിൽ എന്താണുള്ളതെന്ന് അവരാണ് പറയുന്നത്, നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരാണെന്ന് അവര് പറയാം. നമ്മൾ നോക്കുമ്പോൾ ഈ മതവിശ്വാസികൾക്കുള്ളിൽ പോലും ഒരു ഏകരൂപമില്ല, ധാരണയില്ല അല്ലെ? ഒരേ ധാരണ ഉണ്ടെങ്കിൽ പിന്നെ സഭകൾ ഇങ്ങനെ 100 സഭകളും തമ്മിലടി ഉണ്ടാവുക. ഈ സഭയുടെ ഏറ്റവും തലപ്പത്തിൽ ഇരിക്കുന്ന ആൾ തന്നെയാ പറഞ്ഞത് പരിണാമ സിദ്ധാന്തം ശരിയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ഞാൻ അയാളെ കണ്ടിരുന്ന കൈ കൊടുക്കും, കാരണം അയാൾ പറഞ്ഞത് ശരിയാണ്. പരിണാമ സിദ്ധാന്തത്തിലൂടെയാണ് ഇവിടെ ജീവജാലങ്ങൾ. വിശ്വസിക്കുന്നോണ്ട് അതേ സയൻസിൽ വിശ്വാസമില്ല. റിയാലിറ്റി എന്ന് പറയുന്നത് അവിടെ വിശ്വാസം എന്നുള്ള വാക്ക് വരുന്നേ ഇല്ല. തെളിവുകളാണ് അത് നയിക്കുന്നത്. വിശ്വാസ തെളിവുകളല്ല, പേടിയും അനുസരണയുമാണ് നയിക്കുന്നത്. പക്ഷേ സയൻസിൽ യാഥാർത്ഥ്യത്തിൽ നയിക്കുന്ന തെളിവുകൾ മാത്രമാണ്. അവിടെ ആര് കണ്ടുപിടിച്ചെന്നല്ല. പൈസക്ക് നോട്ടം പറഞ്ഞാലും ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരാൾ പറഞ്ഞാലും അവിടെ തെളിവുകൾ ആ പറഞ്ഞതിന് അനുകൂലമാണെങ്കിൽ അത് യാഥാർത്ഥ്യമായി. അല്ലെ, നമ്മൾ എന്ത് നേരത്തെ വിശ്വസിച്ചു എന്നുള്ളതല്ല വിഷയം. തെളിവുകൾ നമ്മളെ എവിടത്തേക്ക് നയിക്കുന്നു, അവിടെയാണ് യാഥാർത്ഥ്യം, വിശ്വാസത്തെ അല്ല. നേരത്തെയുള്ള വിശ്വാസത്തിനെതിരെയാണ് തെളിവുകൾ പോകുന്നെങ്കിൽ ആ വിശ്വാസം തെറ്റാണ്, ഇതാണ് ശരി. അപ്പൊ ചേട്ടന് ഭാഗം ശരിയെന്നെ അംഗീകരിക്കും. അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂല. അല്ല, അത് പറയാൻ പറ്റാതെ നിങ്ങൾക്ക് അതിന്റെ വാദം, അതിനെ കൗണ്ടർ ചെയ്യാനുള്ള വാദം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു പിടിക്കായിരുന്നു. നിങ്ങൾക്ക് പറയാനുള്ള ഏതെങ്കിലും പോയിന്റ് നിങ്ങൾ കയറി പിടിക്കായിരുന്നു ഉറപ്പേ. കയറി പിടിക്കുന്നില്ലല്ലോ, ഉള്ള പോയിന്റ് ഇല്ല, ശരിയല്ല. നിങ്ങൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ മറ്റേ ഈ സഭയിൽ അംഗമാണോ അല്ലെങ്കിൽ കന്യാസ്ത്രീയാണോ? കന്യാസ്ത്രീ ഒന്നല്ല, സഭയിലൊരു അംഗമാണ്. നിങ്ങൾ പറയുന്ന ഈ സഭയിൽ കന്യാസ്ത്രീകളൊക്കെ ഉണ്ടോ? കന്യാസ്ത്രീകളില്ല, ഫാദേഴ്സ് ഉണ്ട്. ഫാദേഴ്സ് ഉണ്ട്. അപ്പൊ ഫാദേഴ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് കന്യാസ്ത്രീകൾ ഉണ്ടാവേണ്ടേ അല്ലേ? സിസ്റ്റേഴ്സ്. കന്യാസ്ത്രീകൾ ഇല്ല, ബൈബിളില് കന്യാസ്ത്രീകൾ എന്നൊരു വിഭാഗത്തെ പറയുന്നില്ല. കന്യാസ്ത്രീ മഠങ്ങളെല്ലാം കത്തോലിക്ക സഭക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കത്തോലിക്ക സഭക്ക് ഉണ്ട്. ആർച്ച് ബിഷപ്പ് എല്ലാം ഉണ്ട്. ആർച്ച് ബിഷപ്പ് ഇത് എന്ത് സഭയാണെന്നല്ല എനിക്ക് മനസ്സിലായില്ല. നമ്മള് സ്വതന്ത്ര സഭയാ. സ്വതന്ത്ര സഭ എന്ന് പറയുമ്പോൾ അതിനൊരു രൂപയെല്ലാം ഉണ്ടാവില്ലേ? പ്രകാശത്തിന്റെ സഭ. പ്രകാശത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ, പ്രകാശം എന്ന് പറയുമ്പോൾ സൂര്യനിൽ വരുന്നതാണല്ലോ. അപ്പൊ നിങ്ങൾ സ്വതന്ത്രമാണ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കൂടുതൽ ആൾ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് ഞങ്ങൾ സ്വതന്ത്രരായി, ഞങ്ങളായിട്ടുള്ള ആശയമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നല്ലേ അർത്ഥം? ഇപ്പം കത്തോലിക്ക സഭ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ബൈബിളിലുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. അവർക്ക് അവരുടെ സ്വന്തം പ്രബോധനം അനുസരിച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അവർ പരിണാമ സിദ്ധാന്തം ശരിയാണ്, അതുപോലെ കുറെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അവര്. അപ്പൊ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ബൈബിളിൽ എന്താണ് പറയുന്നത് അതനുസരിച്ച് നമ്മൾ നിൽക്കുള്ളൂ. കൂടുതൽ ഓർത്തഡോക്സ് നിങ്ങളാണല്ലേ? കൂടുതൽ മതത്തിനെ അള്ളിപ്പിടിച്ച് നിൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ആരോപണത്തിൽ കത്തോലിക്ക സഭ മതത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മതത്തിനെ തള്ളി പറയാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? ഇപ്പൊ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ സംഘടിത മതമല്ല. ഹിന്ദുമതം എളുപ്പത്തിൽ പല രീതിയിൽ പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിസ്തു മതം ഇപ്പം ലോകത്തിൽ പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഇസ്ലാം മതം മാത്രമേ ഇന്നും പരിഷ്കരിക്കപ്പെടാതെ നിലനിൽക്കുന്നുള്ളൂ. പക്ഷെ പരിഷ്കരണങ്ങൾ പലയിടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ യഥാർത്ഥത്തിലുള്ള മതക്കാർ അംഗീകരിക്കൂല. ഇല്ല, അവർക്ക് അങ്ങനെ അംഗീകരിക്കൂല. കാരണം അവര് പറയുന്നത് ശരിയാ, ബൈബിളിൽ ഉള്ള കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ അവര് വിശ്വസിക്കാതെ എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തില്? അവരെ എന്താ പറയാ, ഉയർന്ന ആള് തന്നെ പറയുന്നുണ്ടല്ലോ ഇത് ശരിയല്ല, അപ്പൊ പിന്നെ അവർ അംഗീകരിക്കൂല. പക്ഷെ എന്നാലും ആ കത്തോലിക്ക സഭയിലും ഈ ബൈബിളിനനുസരിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. യഹോവ സാക്ഷികളാരാ? യഹോവ സാക്ഷികൾ വേറെയാ. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണോ ചെയ്യുക, മരുന്ന് കുടിക്കുകയാണോ ചെയ്യുക, എന്താ ചെയ്യുക? മരുന്നും കുടിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ മരുന്നിന്റെ എഫക്റ്റ് അവിടെ കിട്ടുമല്ലോ, പ്രാർത്ഥനേന്റെ ഫലമായിട്ടാണ് ഇത് കിട്ടിയെന്ന് നമുക്ക് പറയാലോ അല്ലെ? അങ്ങനെയൊന്നുമില്ല. അത് ചേട്ടന് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥന മാത്രം നടത്തിയിട്ട് രോഗത്തെ വചനം തന്നെ പറയുന്നുണ്ടല്ലോ, രോഗീനെ കൊണ്ട് വൈദ്യന് ആവശ്യം. ആ വചനം എങ്ങനെയായിരിക്കും വന്നതെന്നറിയാവാ? പണ്ട് കാലത്ത് ചില രോഗങ്ങൾക്കെല്ലാം ചെറിയ നാട്ടു ചികിത്സയെല്ലാം ഉണ്ട്. ചെറിയ ചികിത്സയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറും. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാത്രം നിന്ന ആൾക്കാരിൽ പലരും രോഗം വന്ന് മരിച്ചു. അങ്ങനെ ഉണ്ടായത് അത്. ചേട്ടന്റെ സ്വന്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് നടന്നു. നിങ്ങളല്ലേ നിങ്ങൾ സ്വന്തമായിട്ടുള്ള മതം ഉണ്ടാക്കിയല്ലേ? ഞാൻ ബൈബിളിലുള്ള കാര്യമില്ലേ പറഞ്ഞത്, അപ്പൊ അത് പറഞ്ഞത് അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതിപ്പെട്ടത്. നിങ്ങൾ ശരിക്കുള്ള കത്തോലിക്ക സഭേനെ ഒന്നും അംഗീകരിക്കൂല. നിങ്ങളെ സ്വതന്ത്ര സഭ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങളല്ലേ ശരിക്കും മതം ഉണ്ടാക്കിയവരാ? നിങ്ങൾ സ്വതന്ത്ര സഭയാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. സ്വതന്ത്ര സഭ എന്ന് പറയുമ്പോൾ നിലവിൽ നിൽക്കുന്ന ക്രിസ്തു മതമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള അർത്ഥമാണ് അത്. മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി ആയിട്ട് നമുക്ക് ബന്ധമില്ല. അവര് ഫോളോ ചെയ്യുന്നതല്ല നമ്മൾ പിന്തുടരുന്നത്. നമ്മൾ സ്വതന്ത്രമായിട്ട് ചില ആശയങ്ങൾ ഉണ്ടാക്കുകയും അതിലുള്ള ആൾക്കാരാണ് നമ്മൾ പോകുന്നതല്ല പറയുന്നത്. ആശയങ്ങളൊന്നല്ല, നമ്മുടെ സഭേനെ കാര്യസ്ഥ കഴിക്കുന്നത് അമ്മയാണ്, അതായത് മാതാവ്. അമ്മ
പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രകാശത്തിന് സഭ ഉദയം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അമ്മയാണ് നമ്മുടെ കാര്യസ്ഥ നയിക്കുന്നത്. തൃത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ലെ? ട്രിനിറ്റി നിങ്ങൾക്കില്ല? ഇല്ല. ഇതൊരു വേറെ ഒരു വിഭാഗമാണല്ലോ. ചേട്ടൻ ഇതുവരെ കേട്ടിട്ടുണ്ടല്ലോ. ചിലപ്പം ലോകത്ത് ഫുള്ളായിട്ട് അങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ എല്ലാരും അറിഞ്ഞിട്ടൊന്നുമില്ല. ഒരു പുതിയ മതം പ്രഖ്യാപിക്കുവോ നിങ്ങള്? പ്രഖ്യാപിക്കാനോ? മെയിൻ സ്ട്രീം മതത്തിന് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളല്ലേ പോന്നെ. തൃത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. തൃത്വത്തിൽ ഏകത്വം എന്ന് പറയും. അതിനെ നിങ്ങൾ അവര് പറയുന്നത് അംഗീകരിക്കുന്നില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതെല്ലാം ഒരാളാണെന്നാണ് അവര് പറയുന്നത്. ഇത് ചേർന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നാ പറയുന്നത്. ഏത്? ഈ പിതാവാണെങ്കിലും പുത്രനാണെങ്കിലും പരിശുദ്ധാത്മാവാ. ഇത് മൂന്നും ചേർന്ന് കഴിഞ്ഞാലാണ് ദൈവം എന്നാണ് പറയുന്നത് അവര് പറയുന്നത്. ട്രിനിറ്റി. നിങ്ങൾ അവരല്ല, ബൈബിള് പറയുന്നത്. ബൈബിളാണ് പറയുന്നില്ല, കത്തോലിക്ക സഭ പറയുന്നത്. എന്താ അപ്പൊ കത്തോലിക്ക സഭ പറയുന്ന ബൈബിളില് എല്ലാം നിങ്ങൾ പറഞ്ഞു തരുന്നത്? അല്ല, കാരണം ഇവര് മൂന്നാള് 3 പേരാണ്. പിതാവിന്റെ പുത്രനാണ് യേശുക്രിസ്തു, ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ പാസ്റ്റർമാരെ പോലെ നമ്മളിങ്ങനെ ഇതുപോലെ പ്രഭാഷണങ്ങൾ നടത്തുന്നില്ല. നിങ്ങളെ പ്രചരണം ഇതേപോലെ ആധുനികമായിട്ട് മൊബൈൽ ഫോണിലൂടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ധ്യാനത്തിന് മൊബൈൽ ഫോണിലൂടെ ഇങ്ങനെ പ്രാർത്ഥന ആവശ്യങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ നമ്മളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പൊ ധ്യാനം പോലെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. ധ്യാനമുണ്ട് എല്ലാ മാസവും ഉണ്ട്. യേശുക്രിസ്തു ദൈവപുത്രനല്ലേ? ദൈവപിതാവിനോടും പ്രാർത്ഥിക്കും. ദൈവപിതാവാരാ? ദൈവപിതാവ് ക്രിസ്തുവിന്റെ പിതാവ്, നമ്മുടെ പിതാവിനോട്. അദ്ദേഹത്തിന്റെ പേരെന്താ? പേരുണ്ട്, പക്ഷെ പേരൊന്നും പറഞ്ഞുതരാൻ പറ്റൂല. പേരിന്റെ പേര് പറയുന്നത് മോശം പേരാണ് ഇദ്ദേഹത്തിനുള്ളത്? മോശം പേരാണ്, പറയാൻ പറ്റാതെ എന്താ? അല്ല, ദൈവത്തിന്റെ പേര് അത്രയും അമൂല്യാണ്. മോശ ചോദിച്ചിട്ടുണ്ടല്ലോ ദൈവത്തിനോട് പേര് പറഞ്ഞുതരോന്ന്, പക്ഷെ പറഞ്ഞു കൊടുത്തില്ലല്ലോ. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയാൻ പറ്റുന്ന പേരൊന്നല്ല, അത്രയും പരിശുദ്ധമായ നാമല്ലേ. അത് നമുക്ക് വെറുതെ ഇങ്ങനെ പറയാം. അതാ പറഞ്ഞത്, ചേട്ടന് കുറെ രഹസ്യങ്ങള് ഇതൊക്കെയുണ്ട്, അത് അറിയണമെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. 4 ദിവസം ധ്യാനമുണ്ട്. ധ്യാനത്തിനകത്ത് ചേട്ടനെല്ലാം ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ രഹസ്യം പറയാൻ പറ്റൂ. കാരണം വെളിപ്പെടുത്തേണ്ട അധികാരം നമുക്കില്ല. ആ നാമം പറയേണ്ടത് അത് അധികാരം കിട്ടിയവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ദൈവം എന്താന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല, സത്യം അല്ലേ? നമ്മുടെ ദൈവം എന്നല്ല, ദൈവം ഒരാളല്ലേ ഉള്ളൂ. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ പേരിടൂല, ഒരു പേര് ഉള്ള ദൈവമായിരിക്കും അല്ലേ? ദൈവത്തിന് പേരുണ്ട്, പക്ഷെ അത് ആർക്കും അറിയില്ല. പേര് പോലും അറിയില്ല മറ്റുള്ളവരിക്കലും. പിന്നെ കുറച്ച് അവരുടെ ദൈവത്തിന് സ്വന്തം പേരെങ്കിലും അറിയാം. അത് അവരുണ്ടാക്കിയ പേരല്ലേ? അല്ല, പൊതുവെ അംഗീകരിക്കുന്നതാണല്ലോ ഒരു മതം എന്ന് പറയുമ്പോൾ. ക്രിസ്തു മതത്തിന്റെ ദൈവം ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരും യേശു ക്രിസ്തു എന്ന്. നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ദൈവത്തിന്റെ പേര് വിശുദ്ധമാണ്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പറയുന്നാല് വിശുദ്ധനല്ല, പരിപൂർണനാണ് ദൈവം. ദൈവം പരിപൂർണനാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന എന്തിനാണ് ദൈവത്തിന് ആവശ്യം? നമുക്ക് വേണ്ടിക്കല്ലേ പ്രാർത്ഥിക്കുന്നത്? ദൈവം പരിപൂർണനാണെങ്കിൽ അദ്ദേഹം എന്തിനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യന്മാർ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന രഹസ്യങ്ങളാണ് ചേട്ടാ. അതൊന്നും വെറുതെ ഇങ്ങനെ പറഞ്ഞ് തമാശയും പോലെ ഇങ്ങനെ പറയാൻ പറ്റുന്നതല്ല. അല്ല, ഞാൻ സീരിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പരിപൂർണ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തം നിലയ്ക്ക് എല്ലാം കൊണ്ട് തൃപ്തനാണ്. അങ്ങനെ ഞാൻ തൃപ്തനാണെങ്കിൽ എനിക്കൊരു പ്രപഞ്ചം സൃഷ്ടിക്കുകയോ മനുഷ്യന്മാർ കുറെ എണ്ണം ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ തെറ്റ് ചെയ്യുന്നുണ്ടോ ശരി ചെയ്യുന്നുണ്ടോ? ഒരു ചെസ് കളിച്ചിട്ട് കാര്യങ്ങൾ നിർണ്ണയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വന്തം നിലക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ലല്ലോ. ഇങ്ങനെ പറയണ്ട, കാരണം ദൈവം എന്ന് വെച്ചാല് അറിയില്ല, അതുകൊണ്ടാണ്. അതാണ് പറഞ്ഞത്, ദൈവവിശ്വാസികൾക്ക് പോലും ദൈവം എന്താന്നുള്ളത് ധാരണയില്ല. ദൈവം എന്താ ധാരണയുണ്ട്, ധാരണ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ അംഗീകരിക്കുന്നില്ല, പിന്നെ എന്താ ചെയ്യാ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. നാമം പറഞ്ഞു തരാൻ പറ്റൂല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല. തന്നെ നാമത്തിനെ വിട്ടാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ, ദൈവം പരിപൂർണനാണെങ്കിൽ അദ്ദേഹം സർവജ്ഞാനിയാണെങ്കിൽ എന്തിനാണ് പരീക്ഷ നടത്തുന്നത്? ദൈവത്തിന് അനേക പദ്ധതികളുണ്ട്. ദൈവം മക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന് അനേക പദ്ധതികളുണ്ട്. അതെല്ലാം പൂർത്തിയാവണ്ടേ? എന്തിനാണ് ഈ സർവശക്തിന് ടൈം? എല്ലാ അനേകം പദ്ധതികളും അത് നടപ്പിലാക്കേണ്ട സമയം എന്തിനാണ് ദൈവത്തിന്? ദൈവം സർവശക്തനല്ലേ, ഒരു നിമിഷം കൊണ്ട് ഉണ്ടാവട്ടെ. എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല. പറഞ്ഞു തരണോ? കാരണം എന്താ പറയുക, സൃഷ്ടിവാദങ്ങൾ വായിച്ചു നോക്ക്. സൃഷ്ടിവാദത്തിൽ പറയുന്നത് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ അങ്ങോട്ട് ധ്യാനത്തിന് അപ്പൊ എല്ലാം മനസ്സിലാവും. എല്ലാ സൃഷ്ടിവാദത്തിൽ ഈ വലിയ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ദൈവം ഉണ്ടാവട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടായി. രാവും പകലും ഉണ്ടാവട്ടെ, കടലും ഉണ്ടാവട്ടെ, രാത്രി ഉണ്ടാവട്ടെ, ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ്. അതേപോലെ മനുഷ്യരെ എല്ലാവരും മൊത്തം അങ്ങ് നന്നാട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഈ സമയം എടുക്കുന്നത്? അതാ സമയം എന്തിനാ എടുക്കുന്നതെന്ന് അതിനൊരു ഇതുണ്ട്. നമ്മൾക്ക് മനുഷ്യന്റെ പരിമിതി ഉള്ളതുകൊണ്ടല്ലേ. ഇപ്പൊ എനിക്കൊരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടി സമയം വേണ്ടി വരും. അത് എന്റെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്റെ പരിമിതിയാണ്. ദൈവം ഇപ്പൊ ഇങ്ങോട്ട് വന്നു, ദൈവം ഇപ്പൊ അതായത് ദൈവം ഭൂമിയിലോട്ട് വരും.
ദൈവമക്കളെ സന്ദർശിക്കാൻ ദൈവം വരും. അപ്പൊ ദൈവം ഇപ്പം വന്നു, ഈ പ്രപഞ്ചം ബാക്കി ഉണ്ടാവോ? ദൈവത്തിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിൽ നിൽക്കാൻ പറ്റൂല. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, അതിന്റെ ചുറ്റും കോടിക്കണക്കിന് ഗ്രഹങ്ങളുള്ള വലിയൊരു സാധനമാണ്. പ്രപഞ്ചത്തിനെടുത്ത് കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് ഒരു മണൽത്തരീന 1,00,000 മടങ്ങ് ചെറുതാക്കി മുറിച്ചു കഴിഞ്ഞാലും അതിന്റെ അടുത്ത് പോലും എത്തൂല. ചെറിയൊരു പോയിന്റ് പോലും അല്ലാത്ത സാധനമാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ദൈവം ഇത്രയും ചെറിയൊരു ഡോട്ടായിരിക്കുന്ന ഭൂമിയിലെ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സങ്കല്പം തന്നെ ദൈവത്തിനെ കൊച്ചാക്കലാണ്. ദൈവം ഉണ്ടെങ്കിൽ ചേട്ടന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് പ്രബോധനം നിർത്താല്ലേ? ഞാൻ പറഞ്ഞതല്ല ഉള്ള കാര്യങ്ങളാണ്. അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അംഗീകരിക്കണ്ട. എനിക്ക് അംഗീകരിക്കാൻ പോയിന്റ് വേണ്ടേ ഇല്ലേ? അതല്ലേ? അതെ, പോയിന്റ് ഉണ്ടായിട്ടും ചേട്ടനത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. അതിൽ പോയിന്റ് ഒന്നും ഇല്ല. അതിൽ കൊറോണയെ സംബന്ധിക്കുന്ന ഒരു പോയിന്റ് അതിലില്ല. എല്ലാ പകർച്ചവ്യാധികളും പണ്ട് കാലത്തെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. നിങ്ങൾ പറഞ്ഞ വീട്ടിൽ അടച്ചിട്ട് വാതിലൊക്കെ അടച്ച് വീട്ടിലിരിക്കുന്നതിന്റെ കാരണം എന്താ അറിയാം? പണ്ടൊക്കെ രോഗം എന്ന് വിചാരിച്ചത് പിശാചുകൾ അല്ലെങ്കിൽ ദുഷ്ടശക്തികളാണെന്ന് രോഗം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടത്തിയിരുന്നത്. ഈ ഒരു ഈ കൊറോണ ഉള്ള പോലെ തന്നെയാണോ പണ്ടും ഉണ്ടായത്? പണ്ട് ഇതിനേക്കാൾ വലിയ പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. അന്നെന്താന്നറിയാ, ഈ ഒരു രോഗത്തിന്റെ എല്ലാം കാരണം ദുഷ്ടശക്തികളാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇബിലീസ് അങ്ങനെയുള്ള ദുഷ്ടശക്തികളാണ് രോഗം ഉണ്ടാക്കുന്ന വിചാരിച്ചത്. അക്കാലഘട്ടത്തിലാണ് വാതിലൊക്കെ അടച്ചിട്ട് ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്നത്. കാരണം വാതിലിന്റെ ഉള്ളിലൂടെ ഈ ദുഷ്ടശക്തി വന്നിട്ട് രോഗം ഉണ്ടാക്കുന്ന ചേട്ടൻ ഒരു കാര്യം പറഞ്ഞാല് അത് ശരിയാന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ അത് ശരിയല്ലല്ലോ, അതല്ലേ പ്രശ്നം. ചേട്ടൻ പറയും അന്നത്തെ കാലത്ത് സംഭവം പറയും. അന്നത്തെ കാലത്തെ സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല. അന്നത്തെ കാലത്ത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിൽ പറയുന്ന വാതിലടച്ച് വീട്ടിലിരിക്കൊക്കെ അതിൽ കാണുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു പകർച്ചവ്യാധി വന്നാൽ ആരും വാതിലടച്ച് വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം രോഗാണുക്കൾ പകരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നിന്ന് മാറിയിരിക്കുകയേ ചെയ്യുന്നുള്ളൂ. പണ്ട് കാലത്ത് രോഗാണുക്കളെ പറ്റിയൊന്നും അറിയില്ല. അന്ന് ഈ രോഗം വരുന്നത് ദുഷ്ടശക്തികൾ ഉണ്ടാക്കുന്നതാണ് വിചാരം. ആ സമയത്ത് വാതിലൊക്കെ അടച്ച് വീട്ടിലിരിക്കും. അതിനെപ്പറ്റിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വാതിലടച്ച് വീട്ടിലിരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ അതാണ്. ഇന്ന് കൊറോണ ബാധിച്ച സമയത്ത് ഒരു ഹെൽത്ത് ഒരു രാജ്യത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ വാതിലടച്ച് വീട്ടിലിരിക്കണമെന്നായാലും പറ്റില്ല. നിങ്ങൾ വീട്ടിലിരിക്കുക, പൊതുസമൂഹമായിട്ട് ഇടപെടാതിരിക്കുക എന്നാ പറഞ്ഞ. ഓക്കെ എന്നാ ശരി എന്നാ. ഓ റൈറ്റ്. വേറെ വിളിക്കാം, ചോദിച്ചിട്ട് വിളിക്കാം. അതെ ശരി.